പിന്നെ നമ്മള് ടൂബി നമ്മൾ എന്തിനാ ചെക്ക് ചെയ്തത്? ടൂബി വെരിഫൈ ചെയ്തത് നമ്മുടെ ഇൻപുട്ട് ടാക്സ് എത്രയുണ്ട് നോക്കാൻ പറ്റും അല്ലെ? ഇൻപുട്ട് ടാക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. ഇനി പിന്നെ എല്ലാ ഇൻപുട്ട് ടാക്സും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പം വൈഷ്ണവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം പിന്നെ നമ്മളോട് പിന്നെ ഇൻപുട്ട് അത് എടുത്തത് റോങ് ആയി പോയി എന്നൊക്കെ പറഞ്ഞ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഇൻപുട്ട് ടാക്സും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നതാണ് ചോദ്യം. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ ടാക്സും ഇൻപുട്ട് ടാക്സ് ആണ്. ആ ഇൻപുട്ട് ടാക്സ് എല്ലാം നമുക്ക് GST നമ്പർ ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് എല്ലാ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് 3B ഫയൽ ചെയ്യുമ്പോൾ നമുക്കത് കാണേണ്ടതാണ്. പിന്നെ ഇൻപുട്ട് ടാക്സിന്റെ എടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് ടാക്സ് നമ്മൾ അവൈൽ ചെയ്യണം. എടുക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഞാൻ എന്ന് പറഞ്ഞ പോലെ പെർമനന്റ് റിവേഴ്സൽ ഉണ്ട്, ടെമ്പററി റിവേഴ്സൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, പഴയത് കേൾക്കുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഓക്കെ, പിന്നെ അപ്പൊ എല്ലാ ഇൻപുട്ടും എടുക്കാൻ പറ്റുമോ? അപ്പൊ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റുന്നതിന്റെ മിനിമം സംഭവം എന്താണെന്ന് കരുതിയാൽ ആ ഇൻപുട്ടിനെ കൊണ്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻപുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ? പിന്നെ അതായത് നമ്മൾ എടുക്കുന്ന ആ ഇൻപുട്ടിനെ കൊണ്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ ഇൻപുട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അപ്പോഴത്തേക്ക് കുറെ കേട്ടതായിരിക്കും. പിന്നെ കൂടി പറയാം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ ഞാനൊരു കാർ വാങ്ങി. പിന്നെ ആ കാറ് ഞാൻ ഇപ്പൊ GST നമ്മള് ഈ പിന്നെ കാർ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മള് GST നമ്മള് ട്രേഡർ ആണെന്നൊക്കെ പറഞ്ഞ് കാർ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മള് കാറ് വാങ്ങുമ്പോൾ നമ്മളോട് അവര് പറയുന്നൊരു ഭയങ്കര മനോഹരമായ കാര്യം GST ഫുഡിൽ കിട്ടും, ഇൻപുട്ട് കിട്ടും. പിന്നെ അപ്പൊ കാറിന്റെ വാല്യൂ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, ബാക്കിയൊക്കെ നിങ്ങൾ ആര് തരും? GST ഡിപ്പാർട്ട്മെന്റ് തരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് മോഹിപ്പിക്കും. കാരണം ഞാൻ വണ്ടി വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ പിന്നെ വണ്ടി വാങ്ങാൻ പോയപ്പോ അതിന്റെ അടുത്ത് തന്നെ പിന്നെ ടാറ്റയിൽ നിന്ന് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തരും, ഇൻപുട്ട് GST തരും, നിങ്ങൾ GST അല്ലേ, നിങ്ങൾ GSTയോടെ വാങ്ങിക്കും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കാറ് വാങ്ങി. എനിക്ക് ഈ ഞാൻ എന്റെ കമ്പനിയുടെ പേരിൽ, അതായത് ഇപ്പൊ ബൈജോസ് ഉള്ളത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഞാൻ ഈ കമ്പനിയുടെ പേരിൽ RC ഒക്കെ വാങ്ങി. ഞാൻ പറയുന്നത് പക്ക ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. പിന്നെ ഞാൻ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കില്ല. ഞാൻ എന്റെ കസ്റ്റമർ മീറ്റിംഗ് അതായത് അതിന് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ കാർ വാങ്ങാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് എടുക്കാനുള്ള മെയിൻ കാരണം എന്താണ്? ഈ ഇൻപുട്ടിനെ കൊണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഈ കാർ വാങ്ങുന്നത് എന്താവശ്യത്തിനാണ്? കസ്റ്റമേഴ്സ് മീറ്റിംഗിന് വേണ്ടി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കാറിന്റെ എടുക്കാൻ വേണ്ടി പറ്റുമോ? കൃത്യം പറയണ്ട, കുറേ കേട്ടു. ഈ കാറിന്റെ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല? കാരണം ഞാനിത് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞു പക്ക ഇത് ബിസിനസ് പർപ്പസിനെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി പ്രത്യേകം പറഞ്ഞു. പറ്റില്ല സാർ. നമ്മളെ കമ്പനി ആവശ്യത്തിനാന്ന് പറഞ്ഞാലും പൊതുവെ 4 സീറ്റർ കാറെല്ലാം നമ്മള് പൊതുവെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് നിന്നാണ് GST വകുപ്പ് കാണുന്നത്. പിന്നെ 13, 16 ആ നമ്പർ ഞാൻ മറന്നുപോയി. 13 സീറ്ററാണോ 16 സീറ്ററാണോ അത്ര ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റൂ. അപ്പൊ വൈഷ്ണവ് പറയുന്നത് എടുക്കാൻ വേണ്ടി പറ്റൂല എന്നാണ്. അപ്പൊ പറയുന്നത് നമ്മുടെ ബിസിനസ് ആവശ്യം വന്നാലും നമ്മൾ ചെയ്യും, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്യും, ആ ഒരു GST എടുക്കാൻ വേണ്ടി പറ്റൂല എന്നാണ് കൃത്യം പറയുന്നത്. വൈഷ്ണവ് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി സെയിം എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ. ഞാനൊരു ഫർണിച്ചർ ഷോപ്പാണ് വിചാരിക്കുന്നത്, ഫർണിച്ചർ ഷോപ്പ്. അപ്പോ ചെറുവത്തൂരിന്ന് ക്ലയന്റ് വിളിച്ചിട്ട് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ ചെറുവത്തൂരേക്ക് പിന്നെ ഇത്ര സോഫി ചെയറൊക്കെ നിങ്ങൾ ഹോം ഡെലിവറി നടത്തുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ പർച്ചേസ് ചെയ്യും എന്ന് പറയും. അങ്ങനെ കുറച്ച് ഓർഡർ കിട്ടി. അപ്പൊ ഈ ഇങ്ങനെ ഹോം ഡെലിവറി നടത്താൻ വേണ്ടി ഞാൻ കമ്പനിയുടെ പേരിൽ ഗുഡ്സ് ഓർഡർ വാങ്ങും. കാരണം ഈ ഡെലിവറി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെറുപ്പൂർ ക്ലയന്റ് എന്ത് ചെയ്യുള്ളൂ, അതിനടുത്ത് സാധനം വാങ്ങുള്ളൂ. ഈ ഹോം ഡെലിവറിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഇത് വാങ്ങും. അങ്ങനെയാണെങ്കിൽ
ഈ ഗുഡ്സ് ഓട്ടോന്റെ ഇൻപുട്ട് ടാക്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചെറുവത്തൂരെ വർക്ക് കിട്ടിയത്, അല്ലെ തരൂല ചെറുവത്തൂരുള്ള ആളെ മീറ്റ് ചെയ്യും. അപ്പൊ ഈ ഗുഡ്സ് ഓട്ടോന്റെ ഇത് പ്യൂർലി ഞാൻ ബിസിനസ് ആവശ്യത്തിനാണെന്നാണ് പറയുന്നത്. ഇത് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും, ഇതിന്റെ ഇൻപുട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എന്ന് പറയുന്നു ഗുഡ്സ് ഓട്ടോ ആണെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, സാധനം ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കാൻ വേണ്ടി പറ്റും. ഗുഡ്സ് നമ്മള് അങ്ങനത്തെ ഓട്ടോസ് ഒന്നും നമ്മൾ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യൂലല്ലോ. യൂസ് ചെയ്യൂല അല്ലെ? ഇല്ലല്ലോ. അപ്പൊ ഇത് എടുക്കാൻ വേണ്ടി പറ്റുന്ന പറയുന്നത് പൈസ പറ്റും സാർ. നമ്മളെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുഡ്സ് ഓട്ടോ, പിക്കപ്പ് അതുപോലെയുള്ള വണ്ടികളെ എടുക്കാൻ പറ്റും. കാറിനത് പറ്റില്ല. ഇപ്പോ വളരെ സമർത്ഥമായിട്ട് പറയുന്ന കാരണം ഇപ്പൊ സമ്മതിച്ചോ? കാരണം പറ്റുന്നാണോ പറയുന്നത്? പറ്റൂലാണോ? കാറിന്റെ പറ്റില്ലായിരിക്കാം. പറ്റില്ലായിരിക്കാം, മാറിയല്ലേ? കുറച്ച് മാറി. കാരണം കാറിന് GST ഡിപ്പാർട്ട്മെന്റ് ചിന്തിക്കുന്നത് നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ശരി, ഞാനിപ്പോ പറയുന്ന പോലെ ഒരു സൺഡേ രാവിലെ വീട്ടിൽ നിൽക്കുമ്പോ നല്ല മഴയൊക്കെ പെയ്യുമ്പോ എവിടെയെങ്കിലും പോകാനുണ്ട്, കല്യാണത്തിനോ എല്ലാവിടേക്കും പോകാനുണ്ട്. അപ്പോ കാർ ഫ്രണ്ടിലിരിക്കുമ്പോ ഞാൻ പിന്നെ വേറെ ഓട്ടോയെ കുറിച്ച് പോവോ? പിന്നെ എന്തെയും വല്ലവരുടെ വൈഫോടോ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ കാറാണ് ഉപയോഗിക്കാൻ പാടില്ല പറയാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യും? അത് എടുക്കും പോകും അല്ലെ? പിന്നെ പോട്ടെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇത് GST പറയാം. ഈ സാധനം പറയുമ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് അതുകൊണ്ട് ഈ കാറ് ഈ സാധനങ്ങൾ അതിന്റെ റൂള് ഒത്തിരി പറഞ്ഞതുപോലെ 13 സീറ്റും അതിന് മുകളിലുമുള്ള പാസഞ്ചർ വെഹിക്കിൾ ആണ് എടുക്കുന്നത്. അപ്പൊ GST ചിന്തിക്കുന്നത് 13 സീറ്റ്. ഇപ്പൊ നമ്മൾ ട്രാവലറൊക്കെ നോക്കി 14 സീറ്റ് ആക്കിയല്ലേ, അപ്പൊ 10 സീറ്റൊക്കെ അവൈലബിൾ കുറവാണ്. അതുകൊണ്ടാണ് വെച്ചാൽ 13 സീറ്റിന്റെ മുകളിൽ ഇൻക്ലൂഡിംഗ് ഡ്രൈവർ സീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ GST ചിന്തിക്കുന്നത് ഏതായാലും ആ ട്രാവലറൊന്നും ഇത് ചെയ്യൂല, ഇവര് കല്യാണത്തിന് കുട്ടിയിട്ടൊന്നും പോകില്ല, കാർ എടുക്കുന്നത് പോലെ പോകില്ല അല്ലെ? അപ്പൊ 13 സീറ്റിന് മുകളിലുള്ള പിന്നെ പാസഞ്ചർ വെഹിക്കിൾ, മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം പറയുന്ന പാസഞ്ചർ വെഹിക്കിളിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ വേണ്ടി പറ്റൂ. അല്ലാതെ പാസഞ്ചർ വെഹിക്കിൾ കാർ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ക നമ്മള് പിന്നെ ഇത് എടുത്താലും പിന്നെ നമുക്ക് ഇപ്പം കംപ്ലീറ്റ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നു പറഞ്ഞാലും എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ കാറ് ഒരാൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഈ കാർ പറയുന്ന സാധനം വാങ്ങിയാൽ ഏത് ബിസിനസ്സിലും ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാല് ഇതിനാർക്കൊക്കെ പറ്റും? ഏതൊക്കെ ബിസിനസ് അങ്ങനത്തെ. ഓക്കെ. അതായത് നമ്മളിപ്പോ ഒരു കാർ ഡീലർ, ഇപ്പൊ ടാറ്റയുടെ ഒരു ഡീലർ, KVR എന്ന് പറയുന്ന ഡീലർ, ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കാർ വാങ്ങിയാൽ എടുക്കാം. കാരണം അവരെന്താ വെക്കുന്നത്? കാറല്ലേ വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അങ്ങനെയുള്ളവർക്ക്, അതായത് കാർ ഡീലേഴ്സിന് ഇൻപുട്ട് എടുക്കാം. പിന്നെ എടുക്കാൻ പറ്റുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ കാർ വാങ്ങുന്നത് എന്തിനാണ്? ഡ്രൈവിംഗ് ഓടിപ്പിക്കാനാണ്. ഈ ഡ്രൈവിംഗ് ഓടിപ്പിച്ചാൽ കിട്ടും, GST കിട്ടും. അപ്പൊ ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അല്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. മറ്റുള്ളവർക്ക് പിന്നെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റൂല. 13 സീറ്റിന് മുകളിലുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി ഇപ്പൊ വൈഷ്ണോട് പറയും പിന്നെ കാറ്, അപ്പോ ഈ കാറിന്റെ ഇൻപുട്ട് നമ്മൾ എടുക്കുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ വൈഷ്ണവ് അപ്പൊ ഇത് ഇൻപുട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതിനോടാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാനേജ്മെന്റ് നിങ്ങളോട് നഷ്ടമില്ലേ അല്ലെ? പിന്നെ കാർ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി വലിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ കാർ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്നത് സാറേ GST ആയിട്ട് പെർമിറ്റ് ചെയ്യുന്നില്ല ഇൻപുട്ട് എടുക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ആകുമ്പോ നിങ്ങളോട് അങ്ങനെ പറയുമ്പോ നിങ്ങൾ എന്താണ് മാനേജ്മെന്റിനോട് അഡ്വൈസ് ചെയ്യുക? എന്താണ് ഇതിലൊരു സൊല്യൂഷൻ? മാനേജ്മെന്റ് ഒരു റിലാക്സേഷൻ കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. സ്മാർട്ട് ആണ് ചിന്തിക്കുന്നത്. എന്താണ് നമ്മൾ പറയുക? അപ്പൊ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ അവര് പറയും ഇത് നഷ്ടമല്ലേ? ഇത് ചോദിക്കൂല. കൃത്യമല്ലേ നഷ്ടമല്ലേ? വോയിസ് ക്ലിയർ ആവുന്നില്ല, സ്റ്റക്ക് ആവുന്നുണ്ട്. ഇപ്പോഴിപ്പോ ക്ലിയർ ആകുന്നുണ്ടോ?
ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ആണ് അല്ലെ? അപ്പൊ ഹെഡ്ഫോണിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. അപ്പൊ അപ്പൊ നിങ്ങളോട് മാനേജ്മെന്റ് ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ, അതായത് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ നഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോ എന്ത് പറയുന്നത്? നമുക്ക് ആ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റൂല എന്ന് പറയുമ്പോ മാനേജ്മെന്റിന് ഒരു സങ്കടം ഉണ്ടാവും. ഇത്രയും ടാക്സ് നഷ്ടമായില്ലേ ചോദിക്കുമ്പോ നമ്മൾ എന്താണ് അഡ്വൈസ് ചെയ്യാം മാനേജ്മെന്റ്? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഡിപ്രീസിയേഷൻ കിട്ടും എന്ന് പറയാം അല്ലെ? അതായത് നമ്മള് ഫുൾ വാല്യൂ ഇപ്പൊ ഒരു കാറിന് 5 ലക്ഷം രൂപയും അതിന്റെ ഇൻപുട്ട് ടാക്സ് 50,000 രൂപ, 5,50,000 ഞാൻ കൊടുത്തത്. പക്ഷെ എനിക്ക് 50,000 ഞാൻ എനിക്ക് ഇൻപുട്ട് എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ എനിക്ക് എത്ര രൂപ എനിക്ക് ഫിക്സഡ് അസറ്റിന്റെ മേലെ അക്കൗണ്ട് ചെയ്യാം? 5 ലക്ഷത്തിന് മേലെ അക്കൗണ്ട് ചെയ്യാം കാർ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇൻപുട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അക്കൗണ്ട് ചെയ്യാൻ പറ്റൂ? 5 ലക്ഷം കാറിനും 50,000 ഇൻപുട്ട്. അപ്പൊ അസറ്റ് വാല്യൂ എത്രയേ ഉള്ളൂ? 5 ലക്ഷമേ ഉള്ളൂ. അപ്പൊ 5,50,000 ആകുമ്പോ ഞാൻ ഇൻപുട്ട് എടുക്കുന്നില്ല എങ്കിൽ ഈ 5,50,000ന്റെ മേലെയും എനിക്ക് അസറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് എത്ര മേലെ ഡിപ്രിസിയേഷൻ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും? 5,50,000ന്റെ മേലെ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ കാറിനൊക്കെ 5,50,000ന്റെ മേലെ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമ്പോ ഈ ഇൻപുട്ട് ഇതിന്റെ പ്രശ്നം എന്താ പറയുക? നമ്മളിപ്പോ ഇൻപുട്ട് എടുത്തു എന്ന് വിചാരിക്കും. ഇൻപുട്ട് എടുത്താല് കുറച്ച് കഴിഞ്ഞാൽ GST കാർ വിളിപ്പിക്കും. എറണാകുളത്ത് സംഭവിച്ചാണ് ഇവര് GST കാർ എന്ത് ചെയ്തു വെച്ചാല് കാർ ഡീലേഴ്സിന്റെ അടുക്ക പോയി. കാർ ഡീലേഴ്സോട് പറഞ്ഞു നിങ്ങൾ ആ B2B കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇങ്ങനെ കൊണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ആ B2Bയിൽ കാർ ഡീലേഴ്സ് ചെയ്ത എല്ലാവർക്കും GST നോട്ടീസ്. ഇപ്പൊ എന്റെ എറണാകുളത്ത് എന്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ആ കോവിഡിന്റെ സമയത്ത് 2020 അത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് അവരും ഇതെന്ത് ചെയ്തു GST നമ്പർ കൊടുത്തിട്ടാണ് കാർ വാങ്ങിയത്. പക്ഷെ ഞാൻ അവരോട് ചെയ്യിപ്പിച്ചിന് ആ ഇൻപുട്ട് എടുക്കാൻ വിട്ടിട്ടില്ല. ഞാനത് കംപ്ലൈന്റ് ഫിക്സഡ് അസറ്റ്സിന്റെ ബാലൻസ് ഇടാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവരോട് നമ്മൾ റിപ്ലൈ കൊടുത്തു, നമ്മൾ ഇനി ഇൻപുട്ട് എടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ അവര് ലെഡ്ജർ വാങ്ങി, നമ്മൾ എടുക്കുന്നത് ലെഡ്ജർ വാങ്ങിയിട്ട് നമ്മൾ കൊടുത്തപ്പോ അവരെന്ത് ചെയ്തു? അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ കുറെ ആളെന്ത് ചെയ്തിട്ടുണ്ട്? ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. ഈ ഇൻപുട്ട് എടുത്തവർക്കൊക്കെ അവരെന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറയും. വിത്ത് ഇൻട്രസ്റ്റോടെ റിവേഴ്സ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് എടുക്കാൻ പറ്റാത്ത ഇൻപുട്ടുകളാണെങ്കിൽ നമ്മൾ ആ ടാക്സ് അടക്കം നമ്മൾ അസറ്റിലേക്ക് നമ്മൾ അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിപ്രിസിയേഷൻ എങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് മാനേജ്മെന്റ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സൊല്യൂഷൻ കൊടുക്കണം. വൈഷ്ണവർക്ക് അറിയാമായിരിക്കും, നമുക്ക് ആ ബിൽഡിംഗിൽ നമ്മൾ അത്ര അക്കൗണ്ട് ചെയ്യാൻ പറ്റാതെ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലേ? അപ്പൊ അതന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ എമൗണ്ടിൽ നമ്മൾ ഫിക്സഡ് അസറ്റ്സിലേക്ക് അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷൻ എങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പൊ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കേസ്. ഇനി ചില ഇൻപുട്ടുകൾ ഞാൻ പറഞ്ഞു നമുക്ക് എടുക്കാൻ പറ്റില്ല, ഔട്ട്വേർഡ് ഉണ്ടാക്കുന്ന ഇൻപുട്ടുകൾ മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫിക്സഡ് അസറ്റ്സിന്റെ കേസിൽ നമുക്ക് പറയാം, ട്രേഡിംഗ് ഗുഡ്സിന്റെ കേസിൽ എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് അതിനെ കൊണ്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രേഡിംഗ് ഗുഡ്സിന്റെ കേസിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റും. ക്യാപിറ്റൽ ഗുഡ്സിന്റെ കേസിൽ ഇപ്പൊ ഞാനൊരു മെഷീനറി വാങ്ങുന്നത് വിചാരിക്കും. ഞാനൊരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്, ഞാനൊരു മെഷീനറി വാങ്ങുന്നത്. ആ മെഷീനറി വാങ്ങുമ്പോൾ സപ്പോസ് അതിന്റെ പർച്ചേസ് വാല്യൂ ഒരു 5 lakhs, അതിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്, അതിന്റെ ടാക്സ് എന്ന് പറയുന്നത് 60,000 രൂപയാണെങ്കിൽ വാറ്റിന്റെ സിനാരിയോയിൽ, വാറ്റിലാണെങ്കിൽ എന്താ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇവർക്കൊരു വലിയൊരു ലെറ്റർ കൊടുക്കും, ഒരു അപ്ലിക്കേഷൻ കൊടുക്കും. ഞാനൊരു മെഷീനറി വാങ്ങിച്ചിട്ട് 60,000 രൂപയാണ് അതിന്റെ ടാക്സ്, അപ്പൊ നിങ്ങൾ അത് ക്രെഡിറ്റ് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലെറ്റർ കൊടുത്താൽ വാറ്റ് എന്ത് ചെയ്യും? അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിച്ചിട്ട് വാറ്റ് പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊരു 30 മാസം 2,000 രൂപ വെച്ച് നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാറ്റ് പറയുന്ന മാസങ്ങളിലാണ് നമ്മൾ ഈ ക്രെഡിറ്റ് എടുക്കേണ്ടത്. പക്ഷേ GST കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു ഫോർവേഡ് ആണ്. GST പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ തന്നെ ക്രെഡിറ്റ് എടുക്കും 60,000 രൂപ. ഇപ്പൊ ഏപ്രിൽ ഞാൻ പർച്ചേസ് ചെയ്തു, ഏപ്രിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആ മെഷീനറി എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ GST പറയുന്നത് അപ്പൊ തന്നെ ഏപ്രിലെ 3 തന്നെ നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോ, 60,000 രൂപയും ക്രെഡിറ്റ് എടുത്തു. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നത് GST ഫിക്സഡ് അസറ്റ്സിന്റെ വാല്യൂ ലൈഫ് പീരീഡ് കാണുന്നത് എത്ര വർഷത്തേക്കാണ്? 5 yearsലേക്കാണ് കാണുന്നത്. അതായത് 60 മാസം ഈ സാധനം ഉപയോഗിക്കുന്നതാണ് GSTയുടെ കൺസെപ്റ്റ്. അതായത് ആ ഒരു ഫിക്സഡ് അസറ്റ്സ് നമ്മൾ വാങ്ങി അതിന്റെ ക്രെഡിറ്റ് നമ്മൾ അവൈൽ ചെയ്യുകയാണെങ്കിൽ
ആ ഫിക്സഡ് അസറ്റ്സ് എത്ര കാലം ഉപയോഗിക്കുന്നതാണ് പറയുന്നത് 5 years, അതായത് 60 months ഉപയോഗിക്കുന്നതാണ് GST കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇൻപുട്ട് GST തരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ വൈഷ്ണവ്? അപ്പൊ പിന്നെ ഞാനൊരു ഏപ്രിൽ മാസം പിന്നെ ഞാൻ ഈ അസറ്റ് വാങ്ങി, ഈ മിഷനറി വാങ്ങി, ഞാൻ 60,000 കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ 2 മാസം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഞാൻ എന്ത് ചെയ്തു ഈ സാധനം ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ശതമാനം പിന്നെ നമ്മൾ എത്ര പെർസെന്റേജ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും റിവേഴ്സ് ചെയ്യണോ? എനിക്ക് എടുത്തിട്ടുണ്ടല്ലോ 60,000, അത് എനിക്ക് അടുത്ത ഇതിൽ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ല എങ്കിൽ ഇതെന്തെങ്കിലും ഞാൻ റിവേഴ്സ് ചെയ്യേണ്ടി വരും. ഞാൻ മിഷനറി വാങ്ങി, ഫിക്സഡ് അസറ്റ്സിന്റെ മിഷനറി വാങ്ങി. മിഷനറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് ഈ മിഷനറി ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ മിഷനറി വാങ്ങിയിട്ട് ഞാൻ 60,000 രൂപ ഇൻപുട്ട് എടുത്തു. അത് 2 years കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മിഷനറി എന്ത് ചെയ്തു വിൽക്കുന്നു. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും റിവേഴ്സ് ചെയ്യേണ്ടി വരുമോ? അല്ല എങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് റിവേഴ്സ് ചെയ്യേണ്ടി വരുമല്ലോ. എന്താണ് നമ്മൾ ഉപയോഗിച്ച അത്ര വരെ ഉള്ളത് വെച്ചിട്ട് ബാക്കി റിവേഴ്സ് ചെയ്ത് കളയണം. 2 വർഷം വരെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്ര വരെയും നമുക്ക് ഇൻപുട്ട് ഗെയിൻ ചെയ്യാം. അതിന് ശേഷമുള്ളത് നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. അതെ, അതായത് നമ്മളിപ്പോ 60,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വർഷമാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 24,000 രൂപ എന്താണ് എലിജിബിൾ ആണ്. 36,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് ചെയ്യണം, നമ്മൾ റിവേഴ്സ് ചെയ്ത് കളയണം. പക്ഷെ മനസ്സിലായത്? അതായത് 60,000 രൂപയാണ് ടോട്ടൽ ക്രെഡിറ്റ്. നമ്മൾ പിന്നെ 60,000 രൂപ നമ്മൾ എടുക്കുമ്പോ പിന്നെ ഡിപ്പാർട്ട്മെന്റ് എന്താ ചിന്തിക്കുന്നത്? ഇത് 5 കൊല്ലത്തേക്ക് ഇത് ഉപയോഗിക്കുന്നതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് നമുക്ക് ആ മിഷനറിന്റെ ഇത് തരുന്നത്. അപ്പൊ അങ്ങനെ തരുമ്പോ നമ്മളൊരു പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് വിൽക്കുമ്പോ, അതായത് 24 മാസം കഴിഞ്ഞ് വിൽക്കുമ്പോ ബാക്കിയുള്ള 36 മന്ത്സിന്റെ ഇൻപുട്ട് ഞാൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്ത് കളയണം എന്നാണ് GST പറയുന്നത്. ഓക്കെ, ഇനി ഇത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഫിക്സഡ് അസറ്റ്സിന്റെ കേസ് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഇനി വേറൊരു സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷന്റെ സമയത്ത് കോമ്പോസിഷനും റെഗുലർ സ്കീമും എന്ന് പറയുന്ന 2 രജിസ്ട്രേഷൻ പറ്റി പഠിച്ചില്ലേ വൈഷ്ണവ്? കോമ്പോസിഷൻ, റെഗുലർ. അതിന് നമ്മൾ കോമ്പോസിഷൻ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലെ? പിന്നെ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റൂല, കോമ്പോസിഷൻകാർക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു പീരീഡിൽ, അതായത് 23-24 ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനൊരു ഒക്ടോബർ ആകുമ്പോൾ അതിന്റെ ടേൺ ഓവർ കൂടി 1.5 കോടി വരെയില്ല നമുക്ക് കോമ്പോസിഷനിൽ നിൽക്കാൻ പറ്റും. അതിന്റെ ടേൺ ഓവർ ഒക്കെ കൂടി 1.5 കോടിന്റെ മുകളിലായി. ഞാൻ എന്ത് ചെയ്തു? കോമ്പോസിഷന്റെ റെഗുലറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. കോമ്പോസിഷന്റെ റെഗുലറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ സമയത്ത് ഏപ്രിൽ മാസം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മിഷനറി വാങ്ങിയിട്ടുണ്ട്. ഈ മിഷനറി ഞാൻ ഏപ്രിൽ വാങ്ങി. ആ മിഷനറി വാങ്ങുമ്പോൾ ഞാൻ എന്തിനായിരുന്നു കോമ്പോസിഷൻ ഡീലറായിരുന്നു. 60,000 രൂപ ഞാൻ ടാക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കോമ്പോസിഷൻ ഡീലർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഇൻപുട്ട് അവൈൽ ചെയ്തിട്ടില്ല. കാരണം ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? പിന്നെ ഒക്ടോബർ ആകുമ്പോൾ ഞാൻ റെഗുലർ സ്കീമിലേക്ക് മാറുന്നു. റെഗുലർ സ്കീമിലേക്ക് പോകുമ്പോഴും ഈ മിഷനറി മിഷനറി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? പിന്നെ റെഗുലർ സ്കീമിലേക്ക് മാറിയത് കൊണ്ട് ഞാൻ ഈ മിഷനറി വിൽക്കുന്നൊന്നുമില്ലല്ലോ. ഞാൻ റെഗുലർ സ്കീമിലേക്ക് പോകുമ്പോഴും ഈ മിഷനറി എന്റെ കൂടെയുണ്ട്. അപ്പൊ അന്ന് ഞാൻ ഏപ്രിൽ 1 ഞാൻ കോമ്പോസിഷനിലായതുകൊണ്ട് അതിന്റെ ഇൻപുട്ട് ഞാൻ എടുത്തില്ല. പക്ഷേ റെഗുലറില് ഇതിനകത്ത് കിട്ടുന്നുണ്ട്, ഗവൺമെന്റിന് ഔട്ട്പുട്ട് ടാക്സ് കിട്ടുന്നുണ്ട്. കോമ്പോസിഷനിൽ ഗവൺമെന്റ് ഔട്ട്പുട്ട് ടാക്സും കിട്ടുന്നില്ല. പക്ഷെ റെഗുലറിൽ ഗവൺമെന്റിന് ഔട്ട്പുട്ട് ടാക്സ് ഇപ്പൊ 18% ആണെങ്കിൽ ഗവൺമെന്റിന് 18% ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏപ്രിൽ 1 വാങ്ങിയ ഈ മിഷനറി എനിക്ക് ഒക്ടോബർ 1 ഞാൻ റെഗുലറിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇൻപുട്ട് ടാക്സ്, അതായത് അന്ന് എടുത്തില്ല, ഞാൻ കോമ്പോസിഷൻ ആയതുകൊണ്ട് ഇൻപുട്ട് എടുത്തില്ല. ഒക്ടോബർ 1 മുതൽ എനിക്ക് കോമ്പോസിഷന് മാറി ഞാൻ റെഗുലറിലേക്ക് വരുമ്പോ ഈ മിഷനറിന്റെ ഇൻപുട്ട് ടാക്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലേ? പ്രശ്നം പറ്റുമോ? ചോദിച്ച ചോദ്യം മനസ്സിലായോ? മനസ്സിലായില്ല വൈഷ്ണക്ക്? അതായത് ഞാൻ കോമ്പോസിഷനിലാണ് സാധനം വാങ്ങിയത്. പിന്നെ ഞാൻ റെഗുലറിലേക്ക് വന്നു. അതിന്റെ ടേൺ ഓവർ കൂടിയതുകൊണ്ട് ഞാൻ റെഗുലറിലേക്ക് വന്നു.
അപ്പൊ അന്ന് ഞാൻ കോമ്പോസിഷനിലായതുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടില്ല, എനിക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാനും പറ്റിയിട്ടില്ല, ഞാൻ ഔട്ട്പുട്ട് ടാക്സ് കൊടുക്കുന്നുണ്ടായി. ഓക്കെ, അപ്പൊ അത് ഓക്കെ, ഇൻപുട്ട് എടുക്കാതെ. പക്ഷേ ഞാൻ റെഗുലറിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് എന്ത് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് ടാക്സ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് കിട്ടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ മിഷനറിനെ കൊണ്ടാണല്ലോ ഔട്ട്പുട്ട് ടാക്സ് കിട്ടുന്നത്. അപ്പൊ ഈ ഇപ്പോ 6 മാസമല്ലേ ആയിട്ടുള്ളൂ ഇത് വാങ്ങിയിട്ട്, അപ്പൊ 5 വർഷം വരെ ഇതിന് ലൈഫ് പീരീഡ് കാണുന്നുണ്ട് ജിഎസ്ടി ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഈ മിഷനറിന്റെ ഇൻപുട്ട് ടാക്സ് റെഗുലറിലേക്ക് പോകുമ്പോൾ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? റെഗുലറിലേക്ക് പോയതിന് ശേഷമുള്ള പീരീഡിന്റെ എടുക്കാൻ പറ്റുമായിരിക്കും. 6 മാസത്തിന്, അതായത് നമ്മള് റെഗുലറിലേക്ക് പോയതിന് ശേഷമുള്ള പീരീഡ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിന്റെ അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ വൈഷ്ണവ് പറയുന്നത് അതായത് 6 മാസത്തെ ഇൻപുട്ട് ടാക്സ് നമ്മളിപ്പോ റിവേഴ്സ് ചെയ്തതുപോലെ 24 അത് ചെയ്തതുപോലെ അത് എത്രയാന്ന് കണക്കാക്കി അതിന് ശേഷം 60,000 റുപ്യ ആണെങ്കിൽ 60,000 കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടി പറ്റൂല അല്ലെ? അതെ അതെ. ഓക്കെ, പൃഥ്വി എന്ത് പറയുന്നു? ആദ്യത്തെ ഒരു ക്വാർട്ടർ ഒഴിവാക്കിയിട്ട് അങ്ങനെ എടുക്കണമല്ലോ. മൊത്തമായിട്ടൊരു ഓർമ്മ. സൗണ്ട് പ്രശ്നം ഉണ്ടോ പറയണേ, എനിക്ക് നിങ്ങളത് കേൾക്കുന്നു. ആ പറ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ആ പൃഥ്വി എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഒഴിവാക്കി പിന്നത്തെ 3 മാസത്തെ എടുക്കാലോ. അല്ല, അവിടെ 2 ക്വാർട്ടർ കഴിഞ്ഞ് ഒക്ടോബർ 1 പറയുമ്പോ ഏപ്രിൽ ടു ജൂണും ജൂലൈ ടു സെപ്റ്റംബറും 2 ക്വാർട്ടർ കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ക്വാർട്ടർ ഒഴിവാക്കിട്ട് പിന്നത്തെ ക്വാർട്ടർ എടുക്കാം. അല്ല, കോമ്പോസ്റ്റ് ആയ സമയത്ത് റെഗുലറിലേക്ക് മാറിയതല്ലേ? അതായത് ഏപ്രിലാണ് ഇത് ഞാൻ വാങ്ങുന്നത്. ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്വാർട്ടറിന്റെ കംപ്ലീറ്റ് കോമ്പോസിഷൻ ആണ് ഞാൻ ഇൻപുട്ട് എടുക്കാണ്ട് ചെയ്തു. ഇനി ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ രണ്ടാമത്തെ ക്വാർട്ടർ കഴിഞ്ഞു. ഓക്കെ, അവിടെ ഞാൻ കോമ്പോസിഷൻ ആണ്. ഞാൻ റെഗുലറിലേക്ക് പോകുന്നത് 1 ഒക്ടോബർ. ജൂലൈ ഓഗസ്റ്റ് എടുക്കാം, ഫസ്റ്റ് ക്വാർട്ടറിലേത് ഒഴിവാക്കിയിട്ട്. അങ്ങനെ എടുക്കാം. വൈഷ്ണവ് പറയുന്നത് 6 മാസം ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അല്ലെ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ക്വാർട്ടറിന് 5% വെച്ചിട്ട് റെഡ്യൂസ് ചെയ്ത് ശ്രദ്ധിക്കണേ. ഒരു ക്വാർട്ടറിന് 5% നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് കുറച്ചിട്ട് ബാക്കിയുള്ള ഇൻപുട്ട് എടുക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്ര ക്വാർട്ടർ കംപ്ലീറ്റ് ആയി? 2 ക്വാർട്ടർ. അപ്പൊ എത്ര നമ്മൾ കുറക്കണം? 10%. ഒരു ക്വാർട്ടറിന് 5% ആണെങ്കിൽ രണ്ടാമത്തെ ക്വാർട്ടറിന് 5%, 10%. അപ്പൊ 60,000 ആണ് നമ്മളെ ഇൻപുട്ടെങ്കിൽ അതിന് 10% കൊടുത്ത് 6,000 കുറച്ചിട്ട് ബാക്കിയുള്ള 54,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ? ഇനി ഇതേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ട്രേഡിംഗ് ബുക്സ് ഒക്കെ നമുക്ക് എടുക്കാം. ഞാൻ കോമ്പോസിഷന്റെ കുറെ സാധനങ്ങൾ വാങ്ങി ഞാനൊന്നും ഇൻപുട്ട് അവൈൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇതേ സിറ്റുവേഷനിൽ ഞാൻ ഇത് റെഗുലറിലേക്ക് ഇപ്പൊ ഈ ഒക്ടോബർ 1 ഒക്ടോബറിൽ ഞാൻ റെഗുലറിലേക്ക് പോകുന്നത് വിചാരിക്കും. റെഗുലറിൽ ഇപ്പൊ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യം മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ക്വാർട്ടറിൽ 5% വെച്ചിട്ട് 2 ക്വാർട്ടർ കൺസിഡർ ചെയ്ത് അത് കുറച്ചു. ഓക്കെ, അത് ക്ലിയർ ആയി. ഓക്കെ, ഇൻപുട്ട് ക്ലിയർ. ഇനി ഞാൻ ഈ 1 ഒക്ടോബറിൽ വിൽക്കുമ്പോ ഈ ഏപ്രിലും മെയിലൊക്കെ വാങ്ങിയ സാധനം ഞാൻ വിൽക്കുമല്ലോ, ഞാൻ ഇൻപുട്ട് എടുത്തിട്ടില്ലല്ലോ. ഈ സാധനം വിൽക്കുമ്പോഴാണ് 18% ഒക്കെ കിട്ടുന്നത് അല്ലെ? അങ്ങനെ ആകുമ്പോ അന്ന് ഞാൻ ഇൻപുട്ട് എടുത്തിട്ടില്ല, ഞാൻ കോമ്പോസിഷനിലായതുകൊണ്ട്. അങ്ങനെ ആകുമ്പോ എനിക്ക് ഇപ്പം ഇത് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. 1 ഒക്ടോബർ മുതൽ ഞാൻ റെഗുലറിലേക്ക് പോകുമ്പോ എനിക്ക് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലേ? കാരണം അത് വെക്കുമ്പോൾ ഗവൺമെന്റ് ഫുൾ ടാക്സ് കിട്ടുന്നുണ്ടല്ലോ. നേരത്തെ എന്തുകൊണ്ടാണ് നമ്മളോട് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞത്? കാരണം ഔട്ട്പുട്ട് കിട്ടുന്നില്ല അല്ലെ? കോമ്പോസിഷൻ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇപ്പൊ കോമ്പോസിഷൻ ടൈമിന് നമ്മൾ വാങ്ങിയ സാധനം റെഗുലർ ടൈമിൽ നമ്മൾ വിൽക്കുന്നുണ്ട്. അന്നേരം എന്തുണ്ട്, ഗവൺമെന്റിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലെ? ആ ഔട്ട്പുട്ട് കിട്ടുമ്പോ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കോമ്പോസിഷൻ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഇൻപുട്ടുകൾ നമുക്ക് ഇപ്പം ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമോ? വൈഷ്ണവ അഭിപ്രായം? എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. പറ്റുമായിരിക്കും. 1 ഇയറിലെ ഉള്ളിൽ ഉള്ള
സാധനങ്ങളാണെങ്കിൽ പറ്റും, പറ്റും. ആണെങ്കിൽ പറ്റില്ല. വേണമെങ്കിലല്ല, ഉറപ്പായിട്ട് അങ്ങനല്ലേ? അതായത് ഇപ്പൊ ഗുണമുണ്ട് ക്ലാസ്സിലിരുന്ന്. ഞാൻ ക്യാപിറ്റൽ ഗുഡ്സിന്റെ വന്നപ്പോ ചെറിയൊരു പിന്നെ ഞാൻ കുറെ പ്രാവശ്യമായി 5% പറഞ്ഞാണ് ഒരു ക്വാർട്ടർ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നി നീ അത് പറഞ്ഞോ, ഇത് നീ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കാരണം നമ്മള് കോമ്പോസിഷൻ റെഗുലറിലേക്ക് പോകുമ്പോ നമ്മള് കാരണം പിന്നെ റെഗുലറിലേക്ക് നിൽക്കുമ്പോൾ അവർക്ക് ഗവൺമെന്റ് ഫുൾ ഔട്ട്പുട്ട് ടാക്സ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാകുമ്പോൾ ഒരു വർഷത്തിന് ഉള്ളിലുള്ള പർച്ചേസ് കേട്ടോ. അതായത് പിന്നെ നമ്മളിപ്പം ഒക്ടോബർ ഫസ്റ്റിനാണ് പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ മുതലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് 2 കൊല്ലം മുമ്പുള്ള സാധനങ്ങൾ നമ്മളിപ്പോ വിറ്റിട്ട് അതിന്റെ ഇൻപുട്ട് കിടക്കണമെന്ന് കൊള്ളൂല. മാക്സിമം വിത്തിൻ 1 ഇയറിന്റെ പർച്ചേസുകളുടെ ഇൻപുട്ടുകൾ നമുക്ക് കിട്ടും, അല്ലാത്തത് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റൂല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇതാണ് പിന്നെ ഇൻപുട്ട് ടാക്സ്. ഇനി വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും മനസ്സിലായില്ല. അതായത് സാധാരണ ട്രേഡിംഗ് ഗുഡ്സിലെല്ലാം ഒറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്, സാധാരണ കമ്പനികളിൽ എല്ലാ ട്രേഡിംഗ് ഗുഡ്സും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ചില കേസുകളിൽ അതായത് പിന്നെ നമ്മൾ കോമ്പോസിഷൻ റെഗുലറിലേക്ക് പോകും, ഇങ്ങനെയൊക്കെയാണ് ചില ഡിഫറൻസുകളുള്ളത്. ഇനി വേറെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം കൺസ്ട്രക്ഷൻ, നമ്മള് പിന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ടൈൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതെല്ലാം ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ റിവേഴ്സ് ചെയ്യണം, അതിന്റെ ബ്ലോക്ക് ക്രെഡിറ്റ്. ഇനി അതേപോലെ തന്നെ ഞാനൊരു ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കും. ഒരു 10 ഞാനിത് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെ, പറഞ്ഞു. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ് ഫർണിച്ചർ ചെയർ വാങ്ങിയപ്പോ ഞാനൊരു 20 ചെയർ വാങ്ങി. 30 ചെയർ വാങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു അതിൽ 2-3 ചെയർ നല്ല ബ്യൂട്ടിഫുൾ ആയ ചെയറാണ്. ഞാൻ ഏതായാലും വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഈ 20 ചെയറിന്റെ ഇൻപുട്ട് എന്തായിട്ടുണ്ടാവും, ഞാൻ GST നമ്പർ കൊടുത്ത് വാങ്ങിയത് കൊണ്ട് ക്രെഡിറ്റ് വന്നിട്ടുണ്ടാവും അല്ലെ, അതിന്റെ 2B വന്നിട്ടുണ്ടാവും. 2B വന്നപ്പോഴാണ് ഈ സപ്പോസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ 20,000 രൂപയാണെങ്കിൽ ആ 3 ചെയർ ഞാൻ മാറ്റുമ്പോൾ 3000 രൂപയാണ് ഈ ചെയറിന്റെ ക്രെഡിറ്റ്. ഞാൻ എന്ത് ചെയ്യണം, ഈ 3000 രൂപ അതായത് എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ എടുത്ത സാധനം ഞാൻ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. എന്തിനാണ് ഇത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, അതിന്റെ ലോജിക്ക് എന്തായിരിക്കും? അത് നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണല്ലോ യൂസ് പേഴ്സണൽ ആവശ്യത്തിനാണ്. പിന്നെ മാത്രമല്ല ഇൻപുട്ട് പിന്നെ ഔട്ട്പുട്ട് കിട്ടൂലല്ലോ. എന്താ പറയുന്നത്, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് മാത്രം എടുത്താൽ മതി, ഇൻപുട്ട് പിന്നീട് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് പേഴ്സണൽ യൂസേജിന് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഗുഡ്സ് പർച്ചേസ് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ ഹോട്ടലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മള് ലക്ഷറിയസ് ഹോട്ടൽസിനെല്ലാം നമ്മള് അതെടുക്കാൻ പറ്റില്ല. പറ്റില്ല. അതിന് നമുക്ക് ഇതിന്റെ കേസിൽ നമ്മളോട് പറഞ്ഞു ടൈൽസ് ആണ് പറ്റില്ല, പക്ഷേ ഈ ഫർണിച്ചർ അതൊക്കെ കൺസ്ട്രക്ഷന്റെ ടൈപ്പ്, അതായത് എർത്തുമായിട്ട് ബന്ധപ്പെട്ട ലിഫ്റ്റ് പിന്നെ സിമെന്റ് ടൈൽസ് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. പെയിന്റ് ഫർണിച്ചർ ഒക്കെ നമുക്ക് റിപ്പയറിംഗ് വർക്കാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കാൻ വേണ്ടി പാടില്ല. പക്ഷെ നമ്മളിപ്പോ ലസ്നാനിന്റെ കേസിൽ സംസാരിച്ചപ്പോ പറഞ്ഞത് പിന്നെ പറഞ്ഞത് റിപ്പയറിംഗ് വർക്കായിട്ട് കൺസിഡർ ചെയ്തത്, അതായത് പെയിന്റിംഗ് വർക്ക് നമുക്കൊരു മോഡി കിട്ടാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഫർണിച്ചർ വർക്ക്, ഫർണിച്ചർ ഉണ്ടെങ്കിൽ ആൾക്കാർ വരും, അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലേ, അതിന്റെയൊക്കെ റിപ്പയറിംഗ് വർക്കിലേക്ക് അഡ്ജസ്റ്റ്. പക്ഷെ എർത്തുമായിട്ട് ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്, അതായത് ബിൽഡിംഗ്, അതിനെ പക്ക ബിൽഡിംഗ് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളുടെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പാടും. പിന്നെ ഇത് എടുത്ത റിപ്പയറിംഗിൽ എടുക്കാം കേട്ടോ, പക്ഷെ റിപ്പയറിംഗ് എടുക്കാം, കൺസ്ട്രക്ഷൻ എടുക്കാൻ വേണ്ടി പാടും. ഓക്കെ, പിന്നെ അതിൽ ഈ ഫർണിച്ചർ ഒക്കെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് എല്ലാം കൺസിഡർ ചെയ്ത് റിപ്പയറിംഗിന്റെ ഭാഗം, AC ഇതൊക്കെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയും. ഇതൊക്കെ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം അല്ലേ, കണക്റ്റഡ് അല്ലല്ലോ. പിന്നെ അപ്പൊ അതാണ് അവര് കൺസ്ട്രക്ഷൻ പറയുന്നത്. അപ്പൊ പിന്നെ അത് റിപ്പയറിംഗ് എടുക്കാം, കൺസ്ട്രക്ഷൻസ് എടുക്കാൻ വേണ്ടി പാടില്ല. പിന്നെ അതേപോലെ തന്നെ പേഴ്സണൽ ആവശ്യത്തിനുള്ളത് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മളിപ്പോ വാങ്ങുമ്പോൾ പേഴ്സണൽ ആവശ്യത്തിൽ കൂടി വാങ്ങിയിട്ടുള്ളത്, കംപ്ലീറ്റ് വാങ്ങുമ്പോൾ ബിസിനസ് അഡ്രസ്സിലാണ് കേസിലാണ് വാങ്ങിയിട്ട് പേഴ്സണൽ ആവശ്യത്തിന് കുറച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിൽ എത്രയാണോ നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിയത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്ത് കളയണം. ഇനി
വേറൊരു സിറ്റുവേഷൻ നമ്മൾ സീറോ റേറ്റഡ്, നിൽ റേറ്റഡ്, എക്സെപ്റ്റഡ്, ടാക്സബിൾ, പിന്നെ വേറെന്താണ് നോൺ ജസ്റ്റ് സപ്ലൈ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതില് നമുക്കറിയാം ടാക്സബിൾ ഗുഡ്സിന്റെ ഇൻപുട്ട് നമുക്ക് ഉറപ്പായിട്ട് എടുക്കാം. അതുകൊണ്ട് ടാക്സ് കിട്ടുന്നുണ്ട് അല്ലെ, അത് ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ ടാക്സ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന്റെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അത് ക്ലിയർ ആണ്. സീറോ റേറ്റിന്റെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേസ്. ഞാൻ സീറോ റേറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഇൻപുട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ടാക്സബിൾ സപ്ലൈ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഇതുകൊണ്ടാണ് ശരിക്കും ടാക്സ് ഉണ്ട്, പക്ഷേ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് കൊണ്ടോ സെസ് യൂണിറ്റിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടോ മാത്രമാണ് എന്തില്ലാത്തത്, ഇതിന് ടാക്സ് ഇല്ലാതെ അല്ലെ. പിന്നെ മനസ്സിലാകുന്നുണ്ട് പറയുന്നത്? ഒന്നുകൂടെ പറയാം പക്ഷെ. അതായത് ടാക്സ് നമ്മളിപ്പം ഈ പിന്നെ ഇൻപുട്ടിന്റെ കേസുകളിൽ നമ്മൾ 4 സപ്ലൈനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഒന്ന് ടാക്സബിൾ സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ, നിൽ റേറ്റഡ് സപ്ലൈ, എക്സെപ്റ്റഡ് സപ്ലൈ അല്ലെ. ഓർമ്മയുണ്ട്? അതില് ടാക്സബിൾ സപ്ലൈയുടെ ഇൻപുട്ട് നമുക്ക് ഉറപ്പായിട്ട് എടുക്കാം. ഇതുകൊണ്ട് ഇപ്പം പിന്നെ ഒരു മൊബൈൽ ടാക്സബിൾ സപ്ലൈ ആണ്, ആ മൊബൈൽ വാങ്ങിയതിന്റെ ഇൻപുട്ട് എടുക്കാം. അതുകൊണ്ട് മൊബൈൽ ഔട്ട്പുട്ട് ടാക്സ് കിട്ടുന്നുണ്ട്. ഔട്ട്പുട്ട് ടാക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ വാങ്ങുമ്പോൾ ഇൻപുട്ട് ടാക്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പൊ ടാക്സബിൾ സപ്ലൈന്റെ ഇതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അത് കൺഫേം ആണ്. ഇതിന് സീറോ റേറ്റഡ് സപ്ലൈ, ഇതിനെന്തില്ല, ഔട്ട്പുട്ട് ടാക്സ് 0 ആണ്. പക്ഷെ ഇതിന്റെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നതാണ് ചോദ്യം. ഇതിന്റെ ഇൻപുട്ട് എടുക്കാം. ഞാൻ സീറോ റേറ്റഡ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻപുട്ടിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് ടാക്സബിൾ സപ്ലൈന്റെ കൂട്ടത്തിൽ കൂട്ടണം. ടാക്സബിൾ സപ്ലൈന്റെ കൂടുതൽ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞോന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് സീറോ റേറ്റഡ് ടാക്സബിൾ സപ്ലൈന്റെ കൂട്ടത്തിൽ കൂട്ടണം എന്ന് പറയുന്നത് വിചാരിച്ചാൽ, ഈ സാധനം എന്താണ്, പിന്നെ ശരിക്കും ഇതിന് ടാക്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു മൊബൈൽ ഞാൻ കേരളത്തിൽ വിൽക്കുമ്പോൾ അതിന് ടാക്സ് ഉണ്ട്. പക്ഷെ അത് ഞാൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എടുത്തിട്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊന്നും ഇല്ലാതെ ടാക്സ് ഇല്ലാതെ. ശരിക്കും സീറോ റേറ്റ് സപ്ലൈ എന്താണ്, ടാക്സ് ഉള്ള സാധനത്തിന്റെ ആണല്ലോ. അത് അതിന്റെ നാച്ചർ ഓഫ് സപ്ലൈ കൊണ്ടാണല്ലോ ടാക്സ് ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പൊ സീറോ റേറ്റ് സപ്ലൈക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി മൂന്നാമത്തെ സാധനം, അതായത് നിൽ റേറ്റഡ് സപ്ലൈ. നിൽ റേറ്റഡ് സപ്ലൈ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ അതിന് ടാക്സ് ഓക്കെ, പക്ഷെ ഗവൺമെന്റിന് വേണമെങ്കിൽ എന്താക്കാം, ടാക്സബിൾ ആക്കും. നമ്മൾ എക്സാമ്പിൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻപുട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അതായത് നിൽ റേറ്റില് ഔട്ട്പുട്ട് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ നിൽ റേറ്റുമായിട്ട് ബന്ധമുള്ള ഒരു ഇൻപുട്ട് ടാക്സ് ഞാൻ ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല, എടുക്കാൻ വേണ്ടി പാടില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി അതേപോലെ തന്നെ എക്സെപ്റ്റഡ് സപ്ലൈ, അതായത് പച്ചക്കറി, അങ്ങനെയുള്ള എക്സെപ്റ്റഡ് സപ്ലൈയുമായിട്ട് ബന്ധമുള്ള ഒരു ഇൻപുട്ട് ടാക്സ് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല, എടുക്കാൻ വേണ്ടി പാടില്ല. ക്ലിയർ ആയി വിചാരിക്കുന്നു. ടാക്സബിളിന്റെ നമുക്ക് കംപ്ലീറ്റ് എടുക്കാം, കാരണം അതിന് ഔട്ട്പുട്ട് കിട്ടുന്നത് കൊണ്ട്. സീറോ റേറ്റിന്റെ നമുക്ക് എടുക്കാം, കാരണം അതുകൊണ്ടാണ് ആക്ച്വലി ടാക്സ് ഉണ്ട്. പക്ഷെ അതിന്റെ നാച്ചർ ഓഫ് സപ്ലൈ അതിന്റെ ഔട്ട്പുട്ട് ടാക്സ് 0 ആയിട്ടേ ഉള്ളൂ. അത് ശരിക്കും എന്ത് തന്നെയാണത്, ടാക്സബിൾ ഗുഡ്സ് തന്നെയാണ്. ഓക്കെ, അതും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ കണ്ടീഷൻ നിൽ റേറ്റ് ആണ്. നിൽ റേറ്റിന്റെ ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് ഒരിക്കലും എടുക്കാൻ വേണ്ടി പാടുന്നതല്ല, എക്സെപ്റ്റഡ് എന്ത് ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല, എടുക്കാൻ വേണ്ടി പാടില്ല. കാരണം ഇത് രണ്ടും നമുക്ക് ജനറേറ്റ് ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് ടാക്സ് ജനറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുവാണ് വിചാരിക്കും. ഓക്കെ, ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുമ്പോൾ പിന്നെ ഇതിനൊരു പ്രോബ്ലം സംഭവം ഉണ്ട് കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യും. പിന്നെ ഈ കോമൺ ക്രെഡിറ്റ് എന്ന് പറയും. ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുമ്പോൾ ഞാൻ വാടക കൊടുക്കും സൂപ്പർ മാർക്കറ്റ്. ഈ വാടക വാങ്ങുന്ന GST രജിസ്ട്രേഷൻ വിചാരിക്കും, വാടക വാങ്ങുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 1 ലക്ഷം രൂപയാണ് വാടക, 10,000 രൂപ GST, 1,10,000 രൂപയാണ് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, കോമൺ ക്രെഡിറ്റ് എന്ന് പറയും. കാരണം വാടക ഇതിനു വേണ്ടിയപ്പോ വാങ്ങുന്നത്, ബിൽഡിങ്ങിന് വേണ്ടിയല്ലേ വാങ്ങുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ടാക്സബിൾ ഗുഡ്സ് ഉണ്ട്, എക്സെപ്റ്റഡ് ഗുഡ്സ് ഉണ്ട്, നിൽ റേറ്റ് ഗുഡ്സ് ഉണ്ട്. അപ്പൊ ഇത് പിന്നെ ഒരു സ്റ്റേഷനറി വാങ്ങുന്ന സ്റ്റേഷനറി കൊടുക്കുകയാണെങ്കിൽ ടാക്സബിളിന്റെ ഇൻപുട്ടും മാത്രമാണ്, അത് കോമൺ ഇൻപുട്ട് അല്ല.
പക്ഷെ വാടകയ്ക്ക് വാടക, ചാർട്ടേഡ് അക്കൗണ്ട് ഫീസ്, ഇതൊക്കെ എന്താണ് കോമൺ ക്രെഡിറ്റ് ആണ്. കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ മൊത്തം ടേൺ ഓവറിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ പക്ഷെ? അപ്പൊ ഇത് ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ച് അതിൽ എന്തൊക്കെ ഗുഡ്സ് ഉണ്ടാകും? ടാക്സ് വാങ്ങുന്ന ഗുഡ്സ് ഉണ്ടാകും, ടാക്സ് ഇല്ലാതെ ഗുഡ്സ് ഉണ്ടാകും, എക്സെപ്റ്റ് ഗുഡ്സ്. അപ്പോ ഇതിന് വാടക കൊടുക്കുമ്പോ വാടകയിൽ അയാൾ GST കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമ്മളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1 കോടി രൂപയാണെന്ന് വിചാരിക്കും. സൂപ്പർ മാർക്കറ്റിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ഈ 1 കോടി രൂപന്റെ ഡിവിഷൻ എങ്ങനെയാണ്? 60% ടാക്സബിൾ ഗുഡ്സും 20% നിൽ റേറ്റ് ഗുഡ്സും 20% എക്സെപ്റ്റഡ് ഗുഡ്സുമാണ് എന്ന് വിചാരിക്കും. 1 കോടിയിൽ 60 ലക്ഷം ടാക്സബിളും 20 ലക്ഷം എക്സെപ്റ്റഡും 20 ലക്ഷം നിൽ റേറ്റും ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇൻപുട്ട് ഉണ്ടല്ലോ, വാടകയ്ക്ക് കൊടുത്ത കോമൺ ക്രെഡിറ്റ് ഇല്ലേ GST, ഈ 10,000 രൂപയും എനിക്ക് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊപ്പോർഷനേറ്റിൽ മാത്രമേ എനിക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ടാക്സബിൾ ഗുഡ്സിന്റെ പ്രൊപ്പോർഷൻ അപ്പൊ 10,000 നമ്മൾ 3Bയിൽ വന്നു. അതായത് നമ്മള് 2B വഴി 3Bയിൽ കയറി വന്നു 10,000. ഇതില് എത്ര എമൗണ്ട് ഞാൻ റിവേഴ്സ് ചെയ്യുന്നു? നിൽ റേറ്റഡും എക്സംപ്റ്റഡിന്റെയും റേഷ്യോന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിവേഴ്സ് ചെയ്യണം. വൈഷ്ണവ് എന്ന് പറയുന്നു സെയിം. അതായത് 10,000 രൂപയാണെങ്കിൽ 60% നമുക്ക് എടുക്കാം അല്ലെ? അതുകൊണ്ടാണ് 60 ലക്ഷം 60% ആണ് നമ്മുടെ ടാക്സ് ഗുഡ്സ്. അത് നമുക്ക് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. 40% നിൽ റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റിവേഴ്സ് ചെയ്ത് കളയണം. അപ്പൊ ഈ ഞാൻ ടെമ്പററി റിവേഴ്സലും പെർമനന്റ് റിവേഴ്സലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഈ 40% ഞാൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇതിന് ടെമ്പററി റിവേഴ്സ് ചെയ്യണം, പെർമനന്റ് റിവേഴ്സൽ ചെയ്യും. ടെമ്പററി ആണ്. അത് അടുത്ത മാസം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? പെർമനന്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് ഇത്രയാണ് ഇൻപുട്ട് ടാക്സിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി ഇൻപുട്ട് ടാക്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 16(2) എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമാണ് നമ്മളോട് ഏതൊക്കെ ഇൻപുട്ടുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും പറഞ്ഞു. ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. 5 കണ്ടീഷൻസ് ആണ് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറയുന്നത്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനലി ഈ സാധനം നമ്മുടെ കയ്യിൽ നമ്മൾ ഈ സാധനം റിസീവ് ചെയ്തിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഒറിജിനൽ ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ടാകും. സാധനത്തിന്റെ ഒറിജിനൽ ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ടാകണം. രണ്ടാമത്തെ കണ്ടീഷൻ ഫിസിക്കലി ഈ സാധനം റിസീവ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മളുടെ വെൻഡർ ഈ GST റിട്ടേൺ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം. നാലാമത്തെ കണ്ടീഷൻ വെൻഡർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തിരിക്കണം. അഞ്ചാമത്തെ കണ്ടീഷൻ നമ്മളുടെ 2B വന്നു. ഈ 5 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ പറയാം, ഒന്ന് നമ്മളെ കൈമിൽ ഈ ഇൻപുട്ട് എടുത്തതിന്റെ ഒറിജിനൽ ബില്ല് നമ്മളെ കൈമിൽ ഉണ്ടാവണം. ഒറിജിനൽ ബില്ല് നമ്മളെ കൈമിൽ ഉണ്ടാകും. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ഫിസിക്കലി ഈ സാധനം നമ്മൾ റിസീവ് ചെയ്തിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വെൻഡർക്ക് പേയ്മെന്റ് നമ്മുടെ വെൻഡർ എന്ത് ചെയ്തിരിക്കണം? GST റിട്ടേൺ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം. നാലാമത്തെ കണ്ടീഷൻ നമ്മൾ വെൻഡർക്ക് പേയ്മെന്റ് കൊടുക്കണം. അഞ്ചാമത്തെ കണ്ടീഷൻ നമ്മളുടെ 2Bയിൽ ഇത് റിഫ്ലക്ട് ആയിരിക്കണം. മനസ്സിലായോ? ഒരിക്കൽ കൂടി പറയാം. അഞ്ചാമത്തെ എന്താ? നമ്മളെ 2B GSTR 2Bയിൽ ഈ ബില്ല് റിഫ്ലക്ട് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. 2B അടുത്ത ക്ലാസ്സിലെ 2B കാണിക്കുമ്പോൾ ആ ബില്ല് ഉണ്ടാവണം. 2Bയിൽ വന്നിരിക്കണം. അപ്പൊ എന്റെ GST റിട്ടേൺ കറക്റ്റ് ആയി ഫയൽ ചെയ്ത് വരും. നമ്മൾ 2Bയിൽ വരും. ഓക്കെ, ഇൻപുട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് 2Bയിൽ വരും. അപ്പൊ 5 കണ്ടീഷന്റെ ഒന്ന് നമ്മുടെ കൈവരെ ഒറിജിനൽ ബില്ല് ഉണ്ടാവണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഓഫീസർ നമ്മളോട് ബില്ല് ചോദിച്ചാൽ നമ്മൾ കൊണ്ടും ഒറിജിനൽ ബില്ല് തന്നെ ഉണ്ടാവണം. നമ്മളെ കൈമിൽ ക്രെഡിറ്റ് എടുത്തതിന്റെ ഒറിജിനൽ ബില്ല് നമ്മുടെ കൈമിൽ ഉണ്ടാവണം. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായാൽ പോരാ. നമ്മൾ B2B പറയുമ്പോൾ പറഞ്ഞില്ലേ, ബയർ ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ട്രാൻസ്പോർട്ടർ. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഒറിജിനൽ എന്തിനാണ് കൊടുക്കുന്നുള്ളത്? കാരണം അവർക്ക് ഇൻപുട്ട് എടുക്കുമ്പോൾ എന്ത് വേണം?
ഈ ഒറിജിനൽ ബില്ല് വേണം. ക്ലിയർ ആയില്ലേ? ഫിസിക്കലി ഈ സാധനം ഞാൻ റിസീവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഫിസിക്കലി സാധനം റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിലൊക്കെ ബില്ല് മാത്രം ഉണ്ടായാൽ പോരാ, ആ സാധനം ചെയ്യണം, എന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റോക്കിലൊക്കെ കാണാം. അതെന്താന്ന് വെച്ചാല് പിന്നെ ഈ ബിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചിലവരെനിക്ക് എന്താ ഉണ്ടാവുള്ളൂ, ബില്ലുണ്ടാവും, സാധനം ഒന്നും വാങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. പക്ഷെ അറിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ വൈഷ്ണ ഒരു സിമെന്റ് വാങ്ങാൻ പോകുന്നു, വീടെടുക്കണം. വൈഷ്ണ ഒരു 100 ചാക്ക് സിമെന്റ് വാങ്ങാൻ പോകും. വൈഷ്ണ 100 ചാക്ക് സിമെന്റ് വാങ്ങാൻ പോകുമ്പോൾ വൈഷ്ണയുടെ സിമെന്റ് ഡീലർ വാങ്ങും 100 ചാക്ക് സിമെന്റിന് 428% ടാക്സ് കൂടി 400. വൈഷ്ണ പറയും പിന്നെ ഇങ്ങനെയാണെങ്കിൽ എന്ത് വേണ്ട, GST വേണ്ട അല്ലെ? പിന്നെ 450 രൂപ കൊടുക്കുക. വൈഷ്ണ ചോദിക്കും GST തരുമോ? ചോദിക്കൂലേ? ചോദിക്കും, തീർച്ചയായും ചോദിക്കും. നമ്മളെന്ത് വലിയ രാജ്യസ്നേഹം പറഞ്ഞാലും GST ഒഴിവാക്കിയിട്ട് 400 രൂപ തരുമോ? കാരണം വൈഷ്ണക്ക് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. വൈഷ്ണ വീടിന്റെ ആവശ്യത്തിൽ വൈഷ്ണക്ക് GST സാധാരണ ഒരു അക്കൗണ്ടന്റ് ആണ്. വൈഷ്ണ ചോദിക്കും. അപ്പൊ ഇയാള് ഈ സിമെന്റ് ഡീലറുടെ പ്രശ്നം എന്താണ്? സിമെന്റ് പോയിട്ടുണ്ടാവും, ഫിസിക്കൽ സ്റ്റോക്ക് പോയിട്ടുണ്ടാവും അല്ലെ? പക്ഷെ അക്കൗണ്ട്സിൽ സ്റ്റോക്ക് ബില്ല് ചെയ്തിരിക്കാം. അക്കൗണ്ട്സിൽ 100 ചാക്ക് ഇപ്പൊ ടോട്ടൽ അയാൾക്ക് 5000 ഉണ്ടെങ്കിൽ അക്കൗണ്ട്സിൽ എത്ര ഉണ്ടാവും? 5100 ഉണ്ടാവും. ഫിസിക്കൽ എത്ര ഉണ്ടാവുള്ളൂ? 5000 ഉണ്ടാവും. കാരണം 100 ചാക്ക് എന്ത് ചെയ്തു? വൈഷ്ണ കൊണ്ടുപോയി. പക്ഷെ അതൊരു ബില്ല് ചെയ്യാതുകൊണ്ട് അക്കൗണ്ട്സിലെ സ്റ്റോക്ക് ഉണ്ട് അല്ലെ? അപ്പൊ ആയിരിക്കും പൃഥ്വിനൊരു കോൺട്രാക്ടർ ആണെന്ന് വിചാരിക്കാം. പൃഥ്വി ഇങ്ങനെ ഈ കോൺട്രാക്ടർ ആണ്. പൃഥ്വിനെ സംബന്ധിച്ച് എങ്ങനെയായി ഗവൺമെന്റിനെ പറ്റിക്കോ എന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. അപ്പൊ വൈഷ്ണ സിമെന്റ് വാങ്ങിയ സിമെന്റ് ഷോപ്പ് പോയി പറഞ്ഞു വൈഷ്ണ GST ഭയങ്കരമായിട്ട് ലക്ഷ്യമില്ല. അപ്പൊ ഇയാളെനിക്ക് എന്തുണ്ട്? ബില്ലുണ്ട്. 100 ചാക്കിന്റെ ബില്ല് കൊടുത്ത് തീർക്കണ്ടേ? ഫിസിക്കലി ഇല്ലല്ലോ. ഈ ഒരു കാര്യം എനിക്ക് GST എമൗണ്ട് തന്നാൽ പിന്നെ പൈസ ഞാൻ 100 ചാക്കിന്റെ ബില്ല് തരാം. അപ്പൊ വൃത്തിന് സന്തോഷമായി. എന്ത് ഇൻപുട്ട് എടുക്കാൻ പറ്റും. അപ്പൊ പുള്ളി പറയുന്നത് ഒരു കാര്യം ഇപ്പൊ 28 തരാൻ പറ്റില്ല, ഒരു 20% തന്നാൽ ബില്ല് തരും വെച്ച് വിട്ടു. അയാളെ സംബന്ധിച്ച് എന്താണ് എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കണമെന്നുണ്ടാവും. അക്കൗണ്ട്സ് ടാലി ആവട്ടെ. അപ്പൊ പുള്ളി എന്ത് ചെയ്യും? ഒരു സാധനം വാങ്ങുന്നില്ലെങ്കിലും 100 ചാക്കിന്റെ ബില്ല് അങ്ങ് കുറച്ചു കൊടുക്കും കോൺട്രാക്ട്. അപ്പൊ വൃത്തിന് സന്തോഷമാണ്. കാരണം കിട്ടി ഒരു സിമെന്റ് വാങ്ങാണ്ട് ഇൻപുട്ട് കിട്ടും അല്ലെ? പിന്നെ പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചില്ല? വൃത്തിന് സിമെന്റ് കൊണ്ടുപോയോ? ഇല്ലല്ലോ. സിമെന്റ് വൈഷ്ണ കൊണ്ടുപോയോ? അപ്പൊ ഇവിടെയാണ് GST പറയുന്നത് ബില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഇത് കൂടി ഉണ്ടാവണം, സാധനം കൂടി റിസീവ് ചെയ്തിരിക്കണം. ബിൽ ട്രേഡിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഇത് നമ്മൾ പിന്നെ വാറ്റിന്റെ കേസിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ GST കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഓഡിറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇവരെന്ത് എഴുതി വെച്ചാൽ പൃഥ്വിനെ ഇങ്ങനെ അവർ പിടിക്കുക. അപ്പൊ ജനറൽ കേസിൽ പൃഥ്വിനെ പിടിക്കാൻ പറ്റും. പക്ഷേ GST ഓഡിറ്റ് ഒക്കെ വരുമ്പോൾ ഇവരെന്ത് എഴുതി വെച്ചാൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റി കിട്ടും. ഇവർ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കി. അപ്പൊ ഇവൻ നിങ്ങളെടുക്കുന്നത് മാത്രം 100 ചാക്കായിരിക്കും വാങ്ങിയിട്ടുണ്ടാകും. കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ചില കോൺട്രാക്ടറോട് ചോദിക്കാറുണ്ട്, ഈ PWD കോൺട്രാക്ടർ ഒക്കെ സിമെന്റ് വാങ്ങിയത് കാണും. കാരണം അത്രയും പടത്ത് ഉണ്ടായിരിക്കണം സിമെന്റ് പർച്ചേസ് ഉണ്ടാവും. ഇവർ കൊണ്ട് അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് നടത്തുവാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാകും ഇത്രയും ഇത് വേണ്ട, സിമെന്റ് വേണ്ട ഇതിന്. അപ്പൊ അതവിടെ പോയി ഇതുള്ളൊരു ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിൽ ട്രേഡിംഗ് എന്ന് വിളിക്കും. ഇവിടെ എന്ത് വരുന്നില്ല? സാധനങ്ങൾ എക്സ്ചേഞ്ചുകൾ നടക്കുന്നില്ല. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒറിജിനൽ ഫിസിക്കൽ ഗുഡ്സ് കൂടി ഉണ്ടാവണമെന്ന് പറയുന്നത്. ഗവൺമെന്റ് ഏതെങ്കിലും പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഗുഡ്സ് റിസീവ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി ഇൻപുട്ട് എടുക്കാൻ വേണ്ടി വിടൂല. ഓക്കെ, അതൊക്കെ റിവേഴ്സ് ചെയ്ത് കളയും. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ആരെടുക്കുന്നതാണോ വാങ്ങുന്നത് അവരെന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് GST റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. നാലാമത്തെ കണ്ടീഷൻസ് പറയുന്നത് നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുത്തിരിക്കണം. സപ്ലയർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തിരിക്കണം. അഞ്ചാമത്തെ കണ്ടീഷൻസ് പറയുന്നത് നമ്മളുടെ 2Bയിൽ അവരുടെ ബില്ല് റിഫ്ലക്ട് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈ 5 കണ്ടീഷൻസ് ആണ് നമ്മൾ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ഞാനൊരു എക്സാമ്പിൾ, ജൂൺ മാസത്തെ റിട്ടേൺ അല്ലെങ്കിൽ മെയ് 31-ന് ഞാൻ ഗുജറാത്തിൽ ഞാനൊരു ഫർണിച്ചർ ഷോപ്പാണ്, കേരളത്തിലെ ഒരു ഫർണിച്ചർ ഷോപ്പാണ്. ഞാൻ എന്ത് ചെയ്തു?
മെയ് 31 ഗുജറാത്ത് കുറച്ച് ഫർണിച്ചറുകൾ വാങ്ങും. ഓക്കെ, മെയ് 31 അവരെന്ത് ചെയ്തു? ഗുജറാത്തിൽ കുറച്ച് സാധനങ്ങൾ എന്റെ ഷോപ്പിലേക്ക് അയച്ചു, കേരളത്തിലേക്ക് അയച്ചു. അപ്പോ പിന്നെ മെയ് 31 ഗുജറാത്ത് നയക്കുമാരൊക്കെ കിട്ടിയത് ജൂൺ 5-നാണ് വിചാരിക്കുന്നത്. മെയ് 31 ഗുജറാത്ത് അയച്ചാല് മെയ് 31 ചിലപ്പോൾ കിട്ടൂലല്ലോ. ജൂൺ 5-നാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മെയ് 31 എന്റെ കസ്റ്റമർ ABC ഗുജറാത്താണ് ABC ചെയ്തു. മെയ് മാസത്തെ GSTR1 ജൂൺ 11 കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്തു. ആ ജൂൺ 11 ഫയൽ ചെയ്യുമ്പോൾ എന്റെ ബില്ലും കൂടി, എനിക്ക് വിറ്റ ബില്ലും കൂടി, മെയ് 31 എനിക്ക് വിറ്റ ബില്ലും കൂടി അയാൾ എൻട്രി എടുത്തു. അയാള് എൻട്രി ഇട്ടത് കൊണ്ട് ഞാൻ ജൂൺ 14 ഞാൻ എന്റെ ചൂബി നോക്കുമ്പോൾ അതിൽ ആ ഇൻപുട്ട് കയറി വന്നിട്ടുണ്ട്. അവര് കറക്റ്റ് ആയിട്ട് 11 ഫയൽ ചെയ്തോണ്ട് ആ ഇൻപുട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് നോക്കും ജൂൺ 14 ഓക്കെ, സാധനം ജൂൺ 5 കിട്ടിയല്ലോ. ഒറിജിനൽ ബില്ലുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. അയാൾ ഫയൽ ചെയ്തു, ട്യൂബിൽ റിഫ്ലക്ട് ആയി. ഞാൻ പേയ്മെന്റ് കൊടുക്കാൻ ഗവൺമെന്റ് സമയം പറഞ്ഞിട്ട് 6 months കൊടുക്കാൻ പോകും. 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പേയ്മെന്റ് കൊടുക്കുന്നത്. ആ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് 37 പ്രകാരം. പക്ഷെ അതുകൊണ്ട് തന്നെ ആ പേയ്മെന്റ് കൊടുക്കാൻ ടൈം ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഞാൻ ജൂൺ 14 നോക്കുമ്പോൾ പകയുടെ സപ്പോസ് ഒരു 25,000 രൂപ IGST ഉണ്ട് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ജൂൺ 20 മെയ് മാസത്തെ 3 ഫയൽ ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് ടാക്സ് എനിക്ക് എടുക്കാൻ പറ്റും ഇല്ലേ? എത്ര 25,000 രൂപ IGST വന്നിട്ടുണ്ട്. ഓക്കെ, ട്യൂബിൽ വന്നിട്ടുണ്ട്, എന്റെ കൈമേൽ ഒറിജിനൽ ബില്ലുണ്ട്, സാധനം കൈമേലുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയ് മാസത്തെ 3 ഫയൽ ചെയ്യുമ്പോൾ ഈ 25,000 രൂപയുടെ ക്രെഡിറ്റ് എനിക്ക് 3 എടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ചോദ്യം മനസ്സിലായത്? മനസ്സിലായി. സാധനം കൈ കിട്ടിയില്ലേ? മെയ് മാസത്തെ റിട്ടേൺ ആണ് ഫയൽ ചെയ്തത്. ഓക്കെ, ഈ സാധനം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ജൂൺ 5-നാണ് കിട്ടുന്നത്. ഓക്കെ, മെയ് 31 ഗുജറാത്തിൽ അയച്ചാലും മെയ് 31 രാത്രി എടുക്കൊന്നുമില്ലല്ലോ, എടുക്കാൻ പറ്റില്ലല്ലോ. ടൈം എടുക്കും. ജൂൺ 5-നാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ സാധനങ്ങളുണ്ട്. ജൂൺ 20 ഞാൻ 3 ഫയൽ ചെയ്യാം. ജൂൺ 20 3 ഫയൽ ചെയ്യുമ്പോൾ സാധനങ്ങളുണ്ട്, ഒറിജിനൽ ബില്ലുണ്ട്, അയാൾ ഫയൽ ചെയ്തിട്ട് ട്യൂബിൽ റിഫ്ലക്ട് ആയി. പേയ്മെന്റ് അടയ്ക്കാൻ സമയം 6 മാസത്തിനുള്ളിൽ പേയ്മെന്റ് ഉണ്ടാവും. ഓക്കെ, 4ാമത്തെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് പറ്റുമോ? സാർ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം നമുക്ക് ഒറിജിനൽ ബില്ല് കിട്ടിയാലും ഫിസിക്കലി ആ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിലും പൈസ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഫിസിക്കലി സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാം. പക്ഷെ ഫിസിക്കലി ഇല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് റിവേഴ്സ് ചെയ്ത് കളഞ്ഞിട്ട് സാധനം കിട്ടിയിട്ട് അതിന്റെ അപ്പുറത്തെ മാസം എടുക്കാം. ഈ പറഞ്ഞത് കറക്റ്റ് ആണ്. പോയിന്റിലെത്തി ഈ പറഞ്ഞത് ഇപ്പൊ എന്താ പറയുക, ഫിസിക്കലി സാധനം കിട്ടി അല്ലെ? ഞാൻ പറയുമ്പോ ഫിസിക്കലി സാധനം കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ പ്രത്യേകം പറഞ്ഞത് പ്രകാരം മാർക്കറ്റ് എടുക്കാം അല്ലെ? ഒറിജിനൽ ബില്ലും കൊണ്ട് ഫിസിക്കലി നമ്മളത് കിട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ പൈസ 180 ഡേയ്സിന്റെ അല്ലടാ, ഇതിന് പ്രധാനം നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് അറിയാം. ഈ ഏത് മാസത്തെ റിട്ടേൺ ഞാൻ ഫയൽ ചെയ്തത്? മെയ് മാസം അല്ലെ? മെയ് 31 റിട്ടേൺ ആണ് ഫയൽ ചെയ്തത്. ഈ മാസം ഈ സാധനം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഇൻപുട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോ റിസീവ് ചെയ്യുന്നത് ജൂൺ 5-നാണ്. ഞാൻ 3 ഫയൽ ചെയ്യുമ്പോൾ കിട്ടും. അത് ഞാൻ തെറ്റിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഏത് മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്തു? മെയ് 31 വരെയുള്ളതാണ് ചെയ്യുന്നത്. ഈ മെയ് 31 വരെ ഈ സാധനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ജൂൺ 5-നാണ് കിട്ടിയത്. ഓക്കെ, ഇതെന്തുകൊണ്ട് ഞാൻ തമിഴ്നാട് പറയാഞ്ഞത്? തമിഴ്നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ മെയ് 31 വാങ്ങിയാല് മെയ് 31 വൈകുന്നേരം എത്തും അല്ലെ? പാലക്കാട് കോയമ്പത്തൂരും ആണെങ്കിൽ ചിലപ്പോ വൈകുന്നേരം എത്തും. ഇപ്പൊ മംഗലാപുരം പിന്നെ കാസർഗോഡ് ആണെങ്കിൽ നെക്സ്റ്റ് അവർ രാവിലെ ശേഷത്ത് എത്തും. അപ്പൊ അതുകൊണ്ടാണ് ഗുജറാത്ത് തന്നെ എടുത്തിട്ട് ഗുജറാത്ത് അത്ര വേഗം എത്തില്ലല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യണം. നമ്മളെ ഇൻപുട്ട് വന്നിട്ടുണ്ടാവും, 2 വന്നിട്ടുണ്ടാകും. ആ ഇൻപുട്ട് IGST 25,000 രൂപ നമ്മളെ 3 2 വഴി വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 25,000 രൂപ എനിക്ക് ഇപ്പൊ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കണ്ടീഷൻ, പിന്നെ ഞാൻ ആ സാധനം ഫിസിക്കലി സ്വീകരിച്ച് എത്തിയിട്ടാണ് എടുക്കാം. ഓക്കെ, ജൂണിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഫയൽ ചെയ്തത് മെയ് മാസത്തെ റിട്ടേൺ ആയതുകൊണ്ട് എനിക്ക് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഈ
ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇൻപുട്ട് ടെമ്പററി റിവേഴ്സ്, പെർമനന്റ് അല്ല, ടെമ്പററി റിവേഴ്സ് ചെയ്ത് കളയണം. ഇപ്പൊ വൈഷ്ണവ് മനസ്സിലായി ഏത് ഇൻപുട്ടാണ് ടെമ്പററി കളയേണ്ടത്. വൈഷ്ണവ് ഇത് ഏതാണ് ഇപ്പൊ കുറെ പെർമനന്റ് പറയുന്നുണ്ട് സ്ഥിരമായി, പക്ഷെ ടെമ്പററി പറയുന്നത് ഒരു സിറ്റുവേഷനും കണ്ടില്ല അല്ലെ, അവര് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പററി റിവേഴ്സ് ചെയ്ത് കളയാം. അടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത മാസം നമ്മൾ നമ്മളുടെ ഇൻപുട്ടിന്റെ കൂടെ ഇത് ആഡ് ചെയ്യണം, മാനുവലി ആഡ് ചെയ്യണം. ഇതുകൊണ്ട് ഇപ്രാവശ്യം 3B വന്നില്ല, ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യേണ്ടത്. അടുത്ത മാസം 3B വരൂല. എന്തുകൊണ്ടാണ്? ഒരു മാസം മുമ്പിൽ തന്നെയാണോ പണി, നമ്മളാണ് അതിനെ റിവേഴ്സ് ചെയ്ത് കളയും. അടുത്ത മാസം ഈ റിവേഴ്സ് ചെയ്ത് 25,000 നമ്മളായിട്ട് മാനുവലി കൊടുക്കും. ഓക്കെ, കഴിഞ്ഞ മാസം. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പൊ എല്ലാ കണ്ടീഷനും ഫുൾഫിൽ ആയി, നമ്മൾക്ക് സാധനം കിട്ടും, അയാൾ റിട്ടേൺ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്തു, 2B റിഫ്ലക്ട് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്രാവശ്യം എടുത്തു, ഇപ്രാവശ്യം എടുത്തിട്ടാകും ഈ 3B ഫയൽ ചെയ്യാൻ ചോദിച്ചാൽ മതി. ലാസ്റ്റിന് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ റിവേഴ്സ് ടാക്സ് പീരീഡില് റിവേഴ്സ് ചെയ്ത ചില ഏതെങ്കിലും ഇൻപുട്ടുകൾ ഇപ്പൊ നിങ്ങൾ എടുത്തിട്ടുണ്ടോ ചോദിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ആ മാനുവലി അല്ലേ ടൈപ്പ് ചെയ്ത് കൊടുത്തത് 3B 25,000. അപ്പൊ നമ്മളുടെ 2B 3B ഇൻപുട്ട് തമ്മിൽ എന്തുണ്ടാവും, മിസ്മാച്ച് ഉണ്ടാവും. കഴിഞ്ഞ മാസം എന്നല്ലോ ഇൻപുട്ട് വന്നത്, ഈ മാസത്തെ 2B അത് വരില്ലല്ലോ, എല്ലാ മാസം വരില്ല. കഴിഞ്ഞ മാസം നമ്മൾ എന്ത് റിവേഴ്സ് ചെയ്തു. അപ്പൊ പക്ഷെ ഈ മാസത്തെ 2B ഈ മാസത്തെ 3B തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. 25,000 നമ്മൾ കഴിഞ്ഞ മാസം റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ താഴെ കാണിക്കണം. കഴിഞ്ഞ ടാക്സ് പീരീഡുകളിൽ ടെമ്പററി റിവേഴ്സ് ചെയ്ത ഇൻപുട്ട് ഞാനിപ്പോ കൊടുത്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ 3B 2B എന്തായി ടാലി. ക്ലിയർ ആയി ഞാൻ പറയുന്നത്? അത് ഞാൻ 3B ചെയ്യുമ്പോൾ പറഞ്ഞുതരാം എവിടെയാണ് ഫിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയാലോ? അപ്പൊ ഇതാണ് ടെമ്പററി റിവേഴ്സലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാത്രം അധികം ഇത് വരുന്നത് നമുക്ക് ഈ മാസം പിന്നെ എടുക്കാൻ വേണ്ടി പാടില്ല. പക്ഷേ 16 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്തെങ്കിലും 16 പറഞ്ഞാൽ മനസ്സിലാവുക എനിക്കറിയില്ല. ഒരുപാട് നോട്ടീസുകൾ വരുന്നത്. ഇന്നലെ ഒരു നോട്ടീസ് പിന്നെ കൂട്ടുറപ്പ് നമ്മുടെ കൺസൾട്ടന്റ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പാർട്ടി വിദ്യാർത്ഥിയെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യും, അത് ഹിയറിംഗിനാണ് പോകാൻ വേണ്ടിയാണ് ഓഫീസർ വിളിച്ചത് 64. അപ്പൊ ഞാൻ പറയാം ഏതായാലും പോയിട്ട് പറയാം. പിന്നെ ഇതിപ്പോ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ് 64. ആ 64 സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് കൊണ്ട് പിന്നെ നമ്മള് പൈസ അടക്കില്ല. പൈസ അടക്കാൻ കാരണം സുപ്രീം കോടതി പിന്നെ അനുകൂലമായിട്ട് വിധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളിപ്പോ അടക്കണ്ട. അല്ലെങ്കിൽ ഈ ഓഫീസർ പറഞ്ഞ് അടക്കുക പറയും. ഞാൻ പറഞ്ഞത് 64ന്റെ പരിഗണനയിലുള്ള പിന്നെ കേസാണ്. അതുകൊണ്ട് ഇപ്പൊ അടക്കുന്നില്ല. നിങ്ങൾ ഓർഡർ ആക്കിയിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പീലിന് പോയിക്കൊള്ളു എന്ന് പറഞ്ഞു. അപ്പീലിന് പോയാൽ കോടതിന്റെയും ഹൈക്കോടതി പറയും സുപ്രീം കോടതിയുടെ തീരുമാനം അതിലിടക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി നമുക്ക് ഒന്ന് കിട്ടും. സുപ്രീം കോടതി ആയാലും ഓൾ ഇന്ത്യയിലും ഒരേ റൂളാണല്ലോ. ഓരോ ഹൈക്കോടതിയാകും. ഇപ്പൊ കർണാടക ഹൈക്കോടതി വിധിച്ചൊരു കാര്യം കേരളത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ കാര്യമില്ല. കാരണം കേരള ഹൈക്കോടതി എന്ന് പറയുമ്പോൾ കർണാടകയുടെ വിധിയല്ലേ. പക്ഷേ സുപ്രീം കോടതി വിധിച്ച എല്ലാവരുടെയും ഇതായി അപ്ലിക്കബിൾ ആയി. ഓൾ ഇന്ത്യയുടെ സുപ്രീം കോർട്ടാണല്ലോ. അപ്പൊ സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോ കോടതിയിൽ അപ്പീലൊക്കെ പോയാൽ കോടതി എന്ത് ചെയ്യും, അതിലൊന്നും തീരുമാനം എടുക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിക്ക് വേണ്ടി വരും. 64 എന്താണെന്ന് മാത്രം പറയാം. കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ദിവസം ഡിസ്കസ് ചെയ്യാം. 64 എന്ന് പറഞ്ഞാല് അതായത് പിന്നെ GST റിട്ടേണിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ GST നമുക്ക് ചെയ്യാൻ വേണ്ടി റിട്ടേണുകൾ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വൺസ് ഇപ്പൊ വാറ്റിലൊക്കെയാണ് നമ്മളൊരു പർച്ചേസ് നമുക്ക് പോയി വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്തു ചില ഓഫീസർക്ക് ഒരു കത്ത് ചെയ്യും, സാറേ ഞാൻ ഇങ്ങനെ ഒരു ഇൻപുട്ട് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ആ റിട്ടേൺ ഉണ്ട് ഏപ്രിൽ മാസത്തെ റിട്ടേൺ ഒന്ന് റിവൈസ് ചെയ്യേണ്ട ഓപ്ഷൻ തന്നെ. അപ്പൊ ഓഫീസർ എന്ത് ചെയ്യും, അത് ജെനുവിൻ ആണെങ്കിൽ പിന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ റിവൈസ് ചെയ്ത് ചെയ്യാം ആ മാസം. പക്ഷെ GST അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ഏപ്രിൽ 2023 ഒരു പർച്ചേസ് ബില്ല് ഞാൻ വിട്ടുപോയാൽ പിന്നെ ഏപ്രിൽ മാസത്തെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റൂല, റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. റിവൈസ് ചെയ്യാൻ അത് ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് മനുഷ്യന്മാരാണല്ലോ. പറഞ്ഞാവല്ലേ തെറ്റുകൾ സ്വാഭാവികം പറയുന്നത് പോലെ മനുഷ്യന്മാരല്ലേ തെറ്റുകൾ പറ്റൂലേ ചോദ്യം പിന്നെ ഡിപ്പാർട്ട്മെന്റിന് തോന്നി. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഓപ്ഷൻ നിങ്ങൾ ഈ 2023 ഒരു ബില്ല് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തെ റിവൈസ് ചെയ്യാൻ പറ്റില്ല. സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും.
അടുത്ത മാസങ്ങളിലെ ഏതെങ്കിലും 3Bയിൽ നിങ്ങൾക്ക് എടുക്കാം ഏപ്രിൽ മാസം. പക്ഷെ അതിനൊരു ടൈം പീരീഡ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തു. പക്ഷെ എത്ര വരെ ചെയ്യാൻ പാടുള്ളൂ? അടുത്ത ഇപ്പൊ 23, 24 ആണെങ്കിൽ അടുത്ത വർഷം നവംബർ 30 ഫയൽ ചെയ്യുന്ന റിട്ടേൺ നിങ്ങൾ എടുക്കണം. എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റില്ല, അതിനൊരു ലിമിറ്റ് ഗവൺമെന്റ് കൊടുക്കും. ഇതാണ് 16(4) എന്ന് പറയുന്ന റൂൾ. മനസ്സിലായില്ലേ? സെക്ഷൻ 16(4) എന്ന് പറയുന്നത് ക്ലിയർ ആയോ വൈഷ്ണ? ക്ലിയർ ആയോ? കുറച്ച് ക്ലിയർ ആയി. ക്ലിയർ ആവില്ല. അതായത് നമ്മള് ഏപ്രിൽ ആ ബില്ല് ഫയൽ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന നവംബറിനുള്ളിൽ അത് ഫയൽ ചെയ്യണം എന്നല്ലേ? ചെയ്യണം. അതിന് ഞാനൊരു എക്സാമ്പിൾ. ഇപ്പോ ഏപ്രിൽ 2023 ബില്ലാണ്. ഓക്കെ, ഞാൻ അത് എടുത്തില്ല. മെയ്യിൽ ഞാൻ അറിയില്ല, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഒന്നും ഞാൻ അത് ഈ സാധനം പരിഗണിച്ചില്ല, കണ്ടേ. പക്ഷേ മാർച്ച് അല്ലെങ്കിൽ പിന്നെ അടുത്ത ഈ വർഷം അങ്ങനെ കഴിഞ്ഞു ഓഡിറ്റിംഗ് വന്നേരാ ഓഡിറ്ററാണ് പറയുന്നത് പിന്നെ ബില്ലുകളിൽ മനസ്സിലായോ? അങ്ങനെയുള്ള കുറച്ച് ബില്ല് ഓഡിറ്റിംഗ് കഴിഞ്ഞപ്പോ ഓഡിറ്റിംഗ് എപ്പോഴേ ഉണ്ടാവുള്ളൂ? ഈ ഫിനാൻഷ്യൽ കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഓഡിറ്റിംഗ് ഏതാണ് ഒരു അടുത്ത മാസം ഒരു ഒക്ടോബർ 30 ആകുമ്പോഴാണ് ഓഡിറ്റർ പറയുന്നത് ഓരോ 2 ബില്ലുകൾ. അപ്പൊ ഞാൻ പിന്നെ നവംബർ മാസം ഒക്ടോബറിൽ ഫൈൻ ചെയ്തു, അല്ലെങ്കിൽ നവംബർ 1 ഓഡിറ്റർ ഫൈൻ ചെയ്തു. ഡിസംബർ ഓഡിറ്റ് ചെയ്യാറ്. നവംബർ 1 ഓഡിറ്റർ ഫൈൻ ചെയ്തു. ഏപ്രിൽ 2023 പർച്ചേസ് ബില്ല് എടുക്കാം. ഞാൻ വിട്ടുപോയി, ഫൈൻ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? നവംബർ മാസത്തെ റിട്ടേൺ ഞാൻ ഇപ്പൊ ഫയൽ ചെയ്യാം. ഡിസംബറിൽ അന്നേരം ഞാൻ എടുക്കും. അന്നേരം ഞാൻ എടുക്കാൻ വേണ്ടി പാടുണ്ടെന്നില്ല. കാരണം ആ നവംബർ 30 കഴിഞ്ഞിട്ടാണ് ഞാൻ ഫയൽ ചെയ്തത്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് സെപ്റ്റംബറിൽ കണ്ടുപിടിച്ചത് വിചാരിക്കും. സെപ്റ്റംബറിൽ ഇയാൾ കണ്ടുപിടിച്ച് ഞാൻ ഒക്ടോബർ 20 എടുത്ത് ഒക്ടോബർ 20 ഞാൻ സെപ്റ്റംബറിൽ റിട്ടേൺ ഫയൽ ചെയ്യും. ഞാൻ എടുത്താൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം നവംബർ 30 എടുത്ത് ഞാൻ ഫയൽ ചെയ്ത റിട്ടേൺ. മനസ്സിലായോ? നവംബർ 30 എടുത്ത് ഞാൻ ഫയൽ ചെയ്ത റിട്ടേൺ ആണ്. ക്ലിയർ ആയിട്ട് വിചാരിക്കും. ഞാനിനി ഏപ്രിൽ, മെയ്, ജൂൺ 2023 പിന്നെ സാധനം ഞാൻ ഫയൽ ചെയ്തതിനു ശേഷം ഞാൻ കുറേ ഫയൽ ചെയ്തു. ഏപ്രിൽ, മെയ്, ജൂൺ ഓക്കെ പിന്നെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തില്ല? ജൂലൈ, ആഗസ്റ്റ് ഫയൽ ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ കുറേ നോട്ടീസൊക്കെ വന്നത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് ഡിസംബർ 1 ഞാൻ എന്ത് ചെയ്തു? ആഗസ്റ്റ് 2023 റിട്ടേൺ ഫയൽ. ഡിസംബർ 1 അടുത്ത വർഷം ഡിസംബർ 1 ഞാൻ ആഗസ്റ്റ് മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ ആഗസ്റ്റ് 2023 50,000 രൂപ ഔട്ട്പുട്ട് ടാക്സ്, 20,000 രൂപ ഇൻപുട്ട് ടാക്സ് എന്ന് വിചാരിക്കും. ആഗസ്റ്റ് 2023 50,000 രൂപ ഔട്ട്പുട്ട് ടാക്സ്, 20,000 രൂപ ഇൻപുട്ട് ടാക്സ്. ഇത് ഞാൻ ഫയൽ ചെയ്തപ്പോഴാണ് 1 ഡിസംബർ 2024. ഓക്കെ, ആഗസ്റ്റ് 23 ഇത് ഞാൻ 1 ഡിസംബർ 2024 ഫയൽ ചെയ്താൽ 20,000 ഇൻപുട്ടും 50 ഔട്ട്പുട്ടും അല്ലേ? ഞാൻ ശരിക്കും അടക്കണ്ടു 50 മൈനസ് 20 30,000 അടച്ചാൽ മതി അല്ലെ? ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് 30,000 അടച്ചു. പക്ഷേ നവംബർ 30 കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതെല്ലാം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ എത്ര തന്നെ അടക്കണം? ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഉണ്ടല്ലോ 50,000 കംപ്ലീറ്റ് അടക്കണം. ഇപ്പൊ നോട്ടീസ് ഒക്കെ വരുന്നതാണ് ഈ പയ്യന്മാർ കുറെ റിട്ടേൺ ഫയൽ ചെയ്യാണ്ട് നവംബർ 30 കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ കാലത്തെ കുറെ റിട്ടേൺ ഫയൽ ചെയ്തപ്പോ അതിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്തു. ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് ടൈം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്ത് അതുകൊണ്ട് എടുത്തു തരാൻ വേണ്ടി പറ്റില്ല, ചെയ്യണം. 16(4) പ്രകാരം റിവേഴ്സ് ചെയ്യണം. അത് 16(4) പെർമിറ്റ് ചെയ്തില്ല ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ ഇപ്പൊ സുപ്രീം കോടതി ചോദിക്കുന്നത് ഇതൊരു ടെക്നിക്കൽ എറർ അല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത്. കാരണം മിക്കവാറും ഈ കോടതി വിധി അനുകൂലമാകാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ GST അഡ്വക്കേറ്റ് ആണ് ഇത് വാദിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ് വിമൽ ജെയിൻ, ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഈ കേസ് സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും പോകും. പിന്നെ അയാള് പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻസ്
പുള്ളിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടാലേ നമ്മളൊരു 3 കൊല്ലം മുമ്പ് GST വന്നപ്പോ അടക്കി 64 ഇങ്ങനെ വന്നപ്പോ പുള്ളി ഒരു നമ്മൾ ഒരു അസോസിയേഷനിൽ ഒരു ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു അയാളെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടൂല, ഭയങ്കര ഇതാണ്. പക്ഷെ അയാൾ ഏതൊരു AFTP ഫെഡറേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് പുള്ളി ഗസ്റ്റ് സ്പീക്കറായി വന്നപ്പോൾ ഒരു 20 മിനിറ്റ് പുള്ളി ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഒരാൾ ചോദിച്ചു അന്ന് ഇയാൾ 16 വല്ലാണ്ട് കിട്ടുന്നു. അപ്പൊ അയാളോട് ചോദിച്ചു സാർ 16 ഒരുപാട് നോട്ടീസുകൾ വരുന്നുണ്ടല്ലോ, നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ്? പുള്ളി പറഞ്ഞ സ്റ്റാൻഡേർഡ് എന്താണെന്ന് വെച്ചാൽ 16(2) എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ 5 കണ്ടീഷൻസ് പറയുന്നുണ്ട്. 16(2) ആ 16(2) പറയുന്നത് നോട്ട് ഇൻ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതായത് ഈ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി ഈ സെക്ഷൻ മാത്രമാണ് ആധികാരികമായിട്ടുള്ളത്, വേറെ ഇല്ല. അപ്പൊ ഈ 5 കണ്ടീഷൻ ഫുൾഫില്ലായാൽ എന്ത് ചെയ്യണം? ഇൻപുട്ട് കിട്ടണം. അപ്പൊ 64 എന്ന് പറയുന്ന സെക്ഷൻ ഇൻവാലിഡ് ആണെന്നാണ് പുള്ളിയുടെ വാദം. ഓക്കെ, പിന്നെ പുള്ളി പറയുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലേറ്റ് ഫീ അടക്കുന്നുണ്ട്, പെനാൽറ്റി അടക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ട്. ഈ ഒരു 64 തെലങ്കാന ഹൈക്കോടതി, ചെന്നൈ ഹൈക്കോടതി, തെലങ്കാന ഹൈക്കോടതിയിൽ വാദിച്ചപ്പോ തെലങ്കാന ഹൈക്കോടതി പറഞ്ഞത് ഇത് ഇതാണെന്നാണ് പറഞ്ഞത്. അതായത് 64 പെനാൽറ്റി ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തു, നിങ്ങൾ ആ സമയത്ത് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അസസിക്കെതിരെയാണ് തെലങ്കാന ഹൈക്കോടതി വാദിച്ചത്. ചെന്നൈ ഹൈക്കോടതി അസസിക്ക് അനുകൂലമായി വാദിച്ചു. കാരണം അത് വാദിച്ചാളെ ചെന്നൈ ഹൈക്കോടതി പറഞ്ഞത് ഇത് ഡബിൾ ടാക്സ് ആണ്, ഇവർക്ക് ഓൾറെഡി അവർക്ക് പൈസ കൊടുത്തില്ലേ വെണ്ടർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 64 പ്രകാരം നിങ്ങൾ അസസി പൈസ അടക്കണ്ട. ഡിപ്പാർട്ട്മെന്റിന് എതിരെ വാദിച്ചു. ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിന് എതിരെ വാദിക്കുമ്പോൾ ഈ കാര്യം ഒരുപാട് ഹൈക്കോടതികൾ പല അഭിപ്രായങ്ങൾ പറയാം. ചില ഹൈക്കോടതികൾ 64 അസസിക്ക് അനുകൂലമായിട്ട് വാദിക്കുന്നു, ചില ഹൈക്കോടതികൾ 64 ആർക്ക് അനുകൂലമായി ഡിപ്പാർട്ട്മെന്റിന് അനുകൂലമായി വാദിക്കുന്നു. ഇത് കുറെ കൺഫ്യൂഷൻ ആയിപ്പോ ഈ കേസ് സുപ്രീം കോടതി മാർച്ച് 8-9 പരിഗണിച്ചത്. പക്ഷെ സുപ്രീം കോടതി കളിക്കാൻ തുടങ്ങിയത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോവാണ്. കാരണം നമ്മളിപ്പോ 64 നോട്ടീസ് വരുമ്പോൾ ആരും ഉദ്ദേശിക്കില്ല, പൈസ അടക്കില്ല. കാരണം ഇത് സുപ്രീം കോടതി അനുകൂലമായി ഇതുകൊണ്ടാണ് എല്ലാവരും ഇതെല്ലാം. ഞാനിപ്പോ ഇന്നലെ പറഞ്ഞ പൂന്തോട്ടം വന്നപ്പോൾ ഞാൻ സ്ത്രീയോട് പറഞ്ഞത് ഓഫീസറോടൊക്കെ പോയിട്ട് ഓഫീസർ ഉറപ്പി പൈസ പഠിച്ചോട്ടാവുന്നു, അല്ലെ ഇൻട്രസ്റ്റ് പെനാൽറ്റി വരുന്നത്. ഞാൻ പറഞ്ഞ അവരോട് പറഞ്ഞേ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഒരു ഓർഡർ ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ അപ്പീലിൽ പോയിക്കോളും, അല്ലാതെ നമ്മൾ ഈ പഠനമില്ല പറയാൻ പറഞ്ഞു. പക്ഷെ എത്രത്തോളം സുപ്രീം കോടതി ഡിപ്പാർട്ട്മെന്റിന് അനുകൂലമായി കംപ്ലീറ്റ് പോയിട്ടോ ഒരുപാട് പൈസ എന്ത് ചെയ്യും? ഗവൺമെന്റ് കിട്ടും, ഇൻട്രസ്റ്റ് പെനാൽറ്റി. ഇപ്പൊ ആരും അടക്കുന്നില്ലല്ലോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? 64 അടക്കേണ്ടി വരും. എത്രത്തോളം ആവുന്ന അറിയില്ല. അതിന്റെ ഒരു ന്യായമായ കാര്യം നമ്മളാ പൈസ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലെ? അയക്കൂടിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. ഗവൺമെന്റ് പറയുന്നത് പോലെ ഇത് ഫയൽ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി, ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. 16(4) സുപ്രീം കോടതി അസസിക്ക് അനുകൂലമായിട്ട് വിധിക്കും. അതുകൊണ്ടാണ്. കാരണം സുപ്രീം കോടതിയുടെ കുറെ വിധികൾ ഇപ്പൊ പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന് ഗവൺമെന്റിന് റവന്യൂ ലോസ് ഇല്ലെങ്കിൽ അസസിക്ക് അനുകൂലമായിട്ടാണ് സുപ്രീം കോടതി സംസാരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് റവന്യൂ ലോസ് ഇല്ല, അല്ലെ? അത് എമൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പർച്ചേസ് ചെയ്തവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സസ് അടച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് റവന്യൂ ലോസ് ഇല്ല. ഗവൺമെന്റിന് റവന്യൂ ലോസ് ഇല്ലെങ്കിൽ അസസിക്ക് അനുകൂലമായിട്ട് വിധിക്കണം എന്നാണ് സുപ്രീം കോടതി പല വിധികളിലൂടെയും പറയുന്നത്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് എല്ലാവരും ചിന്തിക്കും. മനസ്സിലായല്ലോ 64 എന്താണെന്നുള്ളത്? അപ്പൊ ഇത്രയാണ് ഇൻപുട്ട് ടാക്സിനെ പറ്റിയിട്ടുള്ള ഒരു പരിമം. നമുക്കത് 3B 2B ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരുപാട് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സാധനമാണ് ഇൻപുട്ട് ടാക്സ് എന്നുള്ളത്. കാരണം നമുക്കറിയാം ഇതിന്റെ എന്താണ് ഒരുപാട് നോട്ടീസുകളൊക്കെ വരുന്നതാണ് ഇൻപുട്ട് ടാക്സിന്റെ കാര്യങ്ങളിൽ. നന്നായിട്ട് പഠിക്കുക, ഇതൊന്ന് നോക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. സംശയം ഉണ്ടോ വിഷയം? ഇല്ല സർ. പൃഥ്വി? ഇല്ല സർ. ഓക്കെ, അത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.